योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. വേഗചൂടാമണിയില് സാധനാപരമായിട്ട് ഭഗവത്പാദർ പറയുന്ന ഒരു ശ്ലോകം, തന്മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണാം വിശുദ്ധേ സതി ചൈതസ്മിൻ മുക്തിഃ കരഫലായതേ. സാധന, ഭക്തി, ജപം, തപസ്, സത്സംഗം, സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം, ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ചിത്തം ശുദ്ധമാക്കുക. തന്മനഃശോധനം കാര്യം, അതില് എത്ര കണ്ട് സാധിക്കുമോ അത്ര കണ്ട് പ്രയത്നം അതിലിടുക എന്നാണ്. സാധന എന്ന് പറയുന്നത് ചിത്തശുദ്ധിയാണ്. പ്രയത്നേന, അവിടെ പ്രയത്നമാണ്. ഉപാസനയിൽ പ്രയത്നം. ചിത്തം ശുദ്ധമായാൽ എന്താ ദൃഷ്ടാന്തം, എന്താ തെളിവ്? ലോകത്തില് സാധാരണ ആളുകൾ പറയാറുണ്ട്, ഈ ഭഗവത്ഗീത ഭാഗവതം അമ്പലത്തിൽ പോവാത്തൊന്നും ആവശ്യമില്ല, ചിത്തം ശുദ്ധമായിരുന്നാ മതി എന്ന് പറയും. ചിത്തം എപ്പോ ശുദ്ധമായോ അപ്പോ സഹജമായിട്ട് തന്നെ ഭക്തിയിൽ രുചിയുണ്ടാവും, ജ്ഞാനത്തിൽ രുചിയുണ്ടാവും, സത്സംഗത്തിൽ രുചിയുണ്ടാവും. അപ്പൊ ഇങ്ങനെ പറയില്ല. അങ്ങനെ പറയുമ്പോ തന്നെ ചിത്തം അശുദ്ധമായി എന്നാണ് അർത്ഥം. എപ്പോ ചിത്തം ശുദ്ധമായോ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, അമ്പലത്തിൽ പോകണം എന്നല്ല പറയണത്. അമ്പലത്തിൽ പോവുക എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അധ്യാത്മ സാധന അവിടെ ഉരുത്തിരിഞ്ഞു വരും. ഏകാന്തവാസമോ, നിശ്ചലതയോടൊരു പ്രിയമോ, നിശബ്ദതയോടൊരു പ്രിയമോ, ഇതൊക്കെ തന്നെ ചിത്തം ശുദ്ധമാവുമ്പോ പതുക്കെ അകമേ തെളിയുകയും നമ്മള് ഭക്തിമാർഗത്തിലേക്കോ ജ്ഞാനമാർഗത്തിലേക്കോ തിരിയുകയും ചെയ്യും. ചിത്തം ശുദ്ധമാണെങ്കിൽ ഭക്തിമാർഗ പ്രാമുഖ്യമുള്ളവർ, ഇതൊക്കെ സംസ്കാര പ്രധാനാണ്. ആളുകള് അല്പം ജ്ഞാനം കേട്ടാൽ ഭക്തിയെ നിന്ദിക്കും. ഭക്തി ഒരു സിദ്ധാന്തമായിട്ട് സ്വീകരിച്ചാൽ ജ്ഞാനത്തിനെ നിന്ദിക്കും. ഇതിലൊക്കെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തിൽ സാധാരണയുണ്ട്. ഒരു കാര്യം നമ്മൾ അറിയണം, എല്ലാവർക്കും ലോകത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടെ വഴിയിൽ, അവരവരുടെ മാർഗത്തില്. നമ്മൾ മാത്രം ജീവിച്ചാ പോരാ. ഭിന്നരുചിർഹി ലോക, ലോകത്തിന് ഭിന്നരുചിയാണ്. അവരുടെ സംസ്കാരം വേറെയാണ്, വാസന വേറെയാണ്. ചിലർക്ക് സംസ്കാരവശാൽ ചിത്തശുദ്ധി ഉണ്ടാവുമ്പോ ഭഗവത് ഭക്തിയിലേക്ക് തിരിയും. ഭക്തി അവർക്ക് സഹജമായിരിക്കും. ഭഗവത് ആരാധന അവർക്ക് സഹജമായിട്ടിരിക്കും. ഭക്തി കൊണ്ട് ആരെയാ ആരാധിക്കണത്? ഭക്തി എന്ന് വെച്ചാൽ ആരുടെ അടുത്ത് ഭക്തി ചെയ്യണു എന്നുള്ളതെല്ലാം ഭക്തി തന്നെ ഭഗവത് അനുഭവമാണ്. ജ്ഞാനപ്രാമുഖ്യമുള്ള സംസ്കാരമുള്ളവർക്ക് ചിത്തം ശുദ്ധമാവുമ്പോ സഹജമായിട്ട് തന്നെ ഒരു അന്തർമുഖത, അവനവനെക്കുറിച്ച് തന്നെ ഒരു വിസ്മയം. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് പതുക്കെ പതുക്കെ ഒരു ആശ്ചര്യം, ഒരു ശ്രദ്ധ അവനവനിൽ തന്നെ വീണു തുടങ്ങും.
ഈ രണ്ട് സംസ്കാരം ലോകത്തിലെ സാധാരണ കാണും. ഭക്തിയുടെ ഭാവം വരുമ്പോ പ്രേമമുള്ളില് തെളിഞ്ഞു വരും. ഭഗവത് പ്രേമം ഉള്ളില് തെളിഞ്ഞു വരും. ശ്രീരാമാനുജൻ ഭക്തിക്ക് ഡെഫിനിഷൻ കൊടുക്കണത് വളരെ ഭാവനാചാതുര്യത്തോടെയുള്ള വാക്കാണ്. പ്രേമഗർഭസ്മൃതി സ്മൃത്യഭ്യാസ. പ്രേമഗർഭസ്മൃത്യഭ്യാസ. ഗർഭം എന്ന് വെച്ചാൽ തന്നെ ഉള്ളിലിരിക്കണതെന്ന് അർത്ഥം. പ്രേമം കൊണ്ട് ഗർഭം ധരിച്ച സ്മൃതി അത്ര. ഭഗവത് പ്രേമം അകമയ്ക്ക് സ്മരണത്തിൽ നിറഞ്ഞു നിൽക്കണം. ആ പ്രേമം ആത്മാവിന്റെ സ്വരൂപമാണ്. നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് ഭക്തി വരണു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ശിവൻ എന്നോ വിഷ്ണു എന്നോ പേര് പറഞ്ഞാലും തത്വം അറിഞ്ഞവന് ഇതിനോടൊന്നും വിരോധമില്ല. ഏത് ഭാവത്തിലാണെങ്കിലും പ്രേമമാണ് മുഖ്യം. ആ പ്രിയമാണ് മുഖ്യം. ആ പ്രിയം ഹൃദയത്തിൽ വന്നാൽ, തിരുമൂലർ പറഞ്ഞു, ശിവന്റെ അടുത്ത് ഭക്തി ചെയ്യണു എന്ന് പറയുമ്പോ അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവത് യാരും അരികിലാർ, അൻപേ ശിവമാവത് യാരും അറിന്തപിൻ അൻപേ ശിവമായി അമർന്നിരുന്നാറേ. പ്രേമവും ശിവനും രണ്ടാണെന്ന് പറയണവര്, പ്രേമമെന്ന് വെച്ചാൽ ഈ മാനുഷികമായ വികാരപ്രേമത്തിനെ ഓർക്കരുത്. ഭക്തിയാണ് ഇവിടെ വിവക്ഷ. അലൗകിക പ്രേമം. ഭക്തി എന്ന് വെച്ചാൽ നമ്മളുടെ സുഖം മുഖ്യമല്ല, ത്യാഗത്തോടുകൂടിയുള്ള പ്രേമം. അത് ചിലപ്പോ ലോകത്തിൽ ഉള്ള എല്ലാവർക്കും സേവയായിട്ടും ഒക്കെ വരാം. അലൗകികമാണത്. ആ പ്രേമം ശിവനിൽ നിന്ന് വേറെയല്ല എന്ന്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ. അൻപ് എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാം. നാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അരുള്, അൻപ്, അനുകമ്പ എന്ന മൂന്നും ഒന്നാം. അനുകമ്പ, അരുൾ, അൻപ് മൂന്ന് വാക്കും തമിഴിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചു. അരുൾ, അൻപ്, അനുകമ്പ. അനുകമ്പ എന്ന സംസ്കൃത വാക്കാണ്. അൻപ് എന്നുള്ളതും അരുൾ എന്നതും തമിഴിലുള്ള വാക്കുകളാണ്. അരുൾ എന്ന് വെച്ചാൽ കൃപ, ഭഗവത് കൃപ, ഭഗവത് അനുഭൂതി. ആ അനുഭൂതി, ആ പ്രേമം അലൗകികമാണ്. അവിടെ സ്വാർത്ഥലേശ സ്പർശം പോലുമില്ല. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ. ഈ അൻപ് വേറെയാണ്, ശിവൻ വേറെയാണെന്ന് പറയണവന് ശിവനെയും അറിയില്ല, അൻപിനെയും അറിയില്ല എന്ന്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവത് യാരും അറിയിലാർ. എപ്പോ ഹൃദയത്തില് ശുദ്ധമായ, അനിർവചനീയമായ, നിഷ്കളങ്കമായ പ്രിയം, അഹങ്കാരത്തിന്റെ കളങ്കമില്ലാത്ത പ്രിയം, സ്വാർത്ഥത്തിന്റെ കളങ്കമില്ലാത്ത പ്രിയം ഉണരണുവോ, അത് തന്നെ ശിവസ്വരൂപം എന്നാണ്. പ്രിയം എന്നത് ആത്മസ്വരൂപമാണ് എന്നാണ് ശ്രുതി. അല്ലാതെ പ്രിയം എന്നുള്ളത് ആരോടെങ്കിലും ചെയ്യണു എന്നല്ല. തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തര പക്ഷ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. തൈത്രീയോപനിഷത്ത് പ്രിയമെന്നുള്ളത് ശിരസ് എന്ന് തന്നെ പറയാം. തസ്യ പ്രിയമേവ ശിരഃ. പ്രിയം ഹൃദയത്തിൽ ഉണ്ടാവുമ്പോ അത് ആത്മാനുഭൂതിയാണ്.
നമുക്ക് സാധാരണ ലോകത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമ്പോഴാണ് പ്രിയം ഉണ്ടാവുന്നത്. ഒരു അമ്മയ്ക്ക് തന്റെ കുട്ടിയെടുത്ത് മടിയിൽ വെച്ച് ചുംബിക്കുമ്പോ ഒരു നിർവൃത്തി, വേറെ ഒന്നും വേണ്ട. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോ ഒരു സന്തോഷം, ഇഷ്ടം. ഭർത്താവിന് ഭാര്യയെ കാണുമ്പോ ഒരു ഇഷ്ടം. ഈ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, പ്രിയമുള്ളത് കൊണ്ടാണ് ലോകത്തിൽ നമ്മൾ ജീവിച്ചു പോണത്. ഇത് എടുത്തു കളഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമില്ല. പ്രിയമാണ് ലോകത്തില് മനുഷ്യനെ ജീവിക്കാൻ കാര്യമാക്കണത്. പ്രിയം കൊണ്ടാണ് ജീവിച്ചു പോണത്. പ്രിയം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ ഒരു കലയാണ്, ആനന്ദകലയാണ് പ്രിയം. അസ്ഥി ഭാതി പ്രിയം എന്ന്. ഉണ്ട്, ഉണ്മയായത് വിളങ്ങുന്നു, അറിവായത് വിളങ്ങുന്നു, പ്രിയമായത് വിളങ്ങുന്നു. ഈ പ്രിയം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ കലയാണ്. നമ്മളിൽ അത് ആവിർഭവിക്കുന്നുണ്ട്. ആ പ്രിയമാണ് നമുക്ക് കുട്ടികളോടും ഭാര്യയോടും ഭർത്താവിനോടും ബന്ധുക്കളോടും, ചിലപ്പോൾ ആ ചെറിയ ഒരു പരിച്ഛേദം വിട്ട് പുറത്തേക്ക് പോയാൽ രാഷ്ട്രത്തിനോടും സമൂഹത്തിനോടും ഒക്കെ ആയിട്ട് അങ്ങനെ പരന്നു പോണത്. ആ പ്രിയം ഉണ്ടാവുന്ന സമയത്ത് ഒരു നിർവൃതി ഉള്ളിൽ ഉണ്ടാവണം. ആ പ്രിയമില്ലെങ്കിൽ വരണ്ടു പോകും. ഒന്നും ഇഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിൽ ചിലപ്പോ സൂയിസൈഡ് ചെയ്ത് കളയും. എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ വേണം. ചെറിയ കുട്ടികളെ നോക്കുക, അവരാദ്യം തുടങ്ങുന്നത് കളിപ്പാട്ടങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണ്. ഇഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ വേണം. ആ ഇഷ്ടം ഏതെങ്കിലും വസ്തുവിൽ, ഒരു വ്യക്തിയിൽ, ഒരു പദാർത്ഥത്തില്, ഒരു ആശയത്തില്, ഒരു ആദർശത്തില് എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടം വെച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ ഉള്ളിൽ ഒരു ഊർജമുണ്ട്, ജീവിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു സന്തോഷമായിട്ടിരിക്കണം. ഇതൊന്നും തെറ്റില്ല, ഇതൊക്കെ നല്ലതാ. കുടുംബത്തിലിരിക്കണത് തെറ്റില്ല, നല്ലതാണ്. ഔവ്യാർ തമിഴില് ചോദിച്ചു, നല്ലതായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു. ആരാ ചോദിച്ചതെന്ന് വെച്ചാൽ ശിവൻ ചോദിക്കുകയാണ്. പരമേശ്വരൻ തന്നെ. ഔവ്യാർ പരമഭക്തയാണ്. ആ ഭക്തയുടെ അടുത്ത് പരമേശ്വരൻ ഓരോന്നായി ചോദ്യം ചോദിക്കും. അവര് ഉത്തരം പറയും. ഇത് പഴയ കാലത്ത് സിനിമയിലൊക്കെ വന്നിരുന്നു. ഇത് ഔവ്യാറുടെ കഥയിൽ വരുന്നതാണ്. അതിൽ ചോദിക്കും, നല്ലറും എത്? ജീവിക്കുന്നതിൽ ഏറ്റവും നല്ല സുഖമായിട്ടിരിക്കണത് എങ്ങനെയാ? ഇല്ലറമാവത്. നല്ല വീട്ടിൽ, കുടുംബത്തിൽ പരസ്പരം പ്രിയത്തോടുകൂടെ, ത്യാഗത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, നല്ല ധർമ്മമാണെന്നാണത്. അവിടെ ത്യജിക്കുകയും വിട്ടുകൊടുക്കുകയും, ഒരമ്മ തന്റെ കുട്ടികൾക്ക് വേണ്ടി പലതും ത്യജിക്കുകയും ഒക്കെ ചെയ്ത് ആ കുട്ടികൾ വലുതായി കാണുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവണം. ഇതൊക്കെ അധ്യാത്മമാണ്. ഇതിനൊന്നും സംസാരം, ലൗകികം എന്നൊന്നും വിളിക്കരുത്. പക്ഷെ ഇതൊക്കെ ലൗകികമാവും, സംസാരമാവും, ബന്ധകാരണമാവും. അതാവണത് അതിന്റെ ദൂഷ്യം കൊണ്ടല്ല, അത് നമ്മൾ പറഞ്ഞു വരാം. ഇതിലൊക്കെ ഒരു പ്രിയമുണ്ടല്ലോ, ആ പ്രിയം ലൗകികമല്ല. അതിനുള്ള സ്വാർത്ഥം ലൗകികമാണ്. അത് നമ്മൾ പിന്നീട് പറഞ്ഞു വരാം. പ്രിയം എവിടെ ഉണ്ടാവണോ, പ്രിയം ഒരിക്കലും ഒരു ജഡവസ്തുവിൽ നിന്ന് പുറമേക്ക് വരില്ല. പ്രിയം ആത്മാവിനെ വരുള്ളൂ. ഒരു വസ്തുവിനെ കാണുമ്പോൾ ഒരു പ്രിയം വരണുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് തന്നെ വരുന്ന, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സുഷുപ്തിയിൽ ഉണ്ടാവുന്ന സുഖം ആത്മാവിൽ നിന്ന് വരുന്നതാണെന്ന്. കുറെ ദിവസമായി ഞാൻ ഈ സുഷുപ്തി പറയണു. അതുകൊണ്ട് ഇനിയിപ്പോ വേറെ മാറ്റി ചവിട്ടാന്ന് വന്നിട്ടാണ് ഇപ്പൊ പറയണത്. എന്തിലെങ്കിലുമൊക്കെ ഒരു പ്രിയം വരുമ്പോ നമ്മളുടെ മറ്റൊരു നോക്കണം, നമ്മളിൽ ഉണ്ടാവുന്ന അനുഭവത്തിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആത്മാനുഭവത്തിന് പറയാൻ പോണം. പുതിയ ഒന്നും ഞാൻ ഇപ്പൊ പറയണില്ല. ഊണ് കഴിക്കുമ്പോ ഒരു സുഖമുണ്ട്, മറ്റുള്ളവർക്ക് ഊണ് കൊടുക്കുമ്പോ ഒരു സുഖമുണ്ട്, കുടുംബത്തിൽ ഇരിക്കുമ്പോ ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോ സ്നേഹം തോന്നുമ്പോ ഒരു സുഖമുണ്ട്. ആ സുഖം ഒരിക്കലും ജഡവസ്തുവിൽ നിന്നും ഉണ്ടാവില്ല. ആ സുഖം എപ്പോഴും ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ജ്യൂസാണത്.
അതുകൊണ്ടാണ് നമ്മൾ അതിന് അഡിക്റ്റഡ് ആയി പോണത്. ഒരു കുട്ടി പൊസസീവ്നെസ് വരുന്നത് അതാണ്. ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ, ചെറിയ കുട്ടികൾക്ക് അത് ചിലപ്പോൾ കാണാം, അമ്മയെ പിടിച്ചു വെച്ച് അമ്മയുടെ അടുത്ത് വേറെ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടാവില്ല, അവരെ പോയി തല്ലും. അപ്പോ മുതൽക്ക് തുടങ്ങുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ പ്രിയം എന്ന് പറയണത് ഒരു ടോണിക്കാണ്, ഉള്ളിൽ കിട്ടുന്ന ഒരു ജ്യൂസാണ്, ഒരു ലഹരിയാണ്. അത് ജഡവസ്തുവിൽ നിന്ന് വരികയേ ഇല്ല, നമ്മളിൽ നിന്ന് തന്നെ വരണം, നമ്മളുടെ ഉള്ളിൽ നിന്നാ വരണത്. ഒരു ഹിന്ദി കവി പറഞ്ഞു, ഈ മദ്യം കഴിക്കുമ്പോ ആളുകള് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, ആ ലഹരി ഉള്ളിൽ നിന്നാണ് വരണത്, മദ്യത്തിലല്ല. ലഹരി അതിലാണെങ്കിൽ കുപ്പി ഡാൻസ് കളിക്കേണ്ടതാണല്ലോ എന്നാണ്. കുപ്പിയൊന്നും ഡാൻസ് കളിക്കണില്ലല്ലോ, നമ്മളാണ് കളിക്കണം അല്ലെ. പ്രിയം നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കണത്, സുഖം നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കണത്. ഏതെങ്കിലും ഒരു വസ്തു അതിനൊരു കാരണമായിട്ട് തീരണു നമ്മളുടെ ഉള്ളിലുള്ള പ്രിയത്തിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട്, എഴുന്നേൽപ്പിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ലോകത്തിൽ ഓരോ വസ്തുക്കളോടും പ്രിയം വെച്ചുകൊണ്ടിരിക്കണം. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു പിങ്കളോപാഖ്യാനം. ആ പിങ്കള എന്ന വേശ്യസ്ത്രീ, അവൾ ഒരു ഗുരുവായിട്ട് തീരുകയാണ് ഈ അവധൂതന്. ഈ അവധൂതൻ ഇങ്ങനെ നടന്നു വന്ന് ആ പിങ്കളയുടെ വീട്ടിന് മുമ്പില് ഒരു ആലിഞ്ചോവട്ടിലിരുന്നു. അവൾക്ക് നിത്യമായി ആരോടും ബന്ധമില്ല. വരുന്നവരൊക്കെ അവൾക്ക് സുഖം കൊടുക്കുന്നവരാണ്, ധനം കൊടുക്കുന്നവരാണ്. അവൾ സുഖം കൊടുക്കും, ധനം വാങ്ങിക്കും. അവൾ അലങ്കരിച്ച് ഉമ്മർത്ത് വന്ന് നിന്നു. ആരെങ്കിലും വരും പോകും, ഇതാണ് അവൾക്ക് പരിപാടി. ഈ അവധൂതൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അവൾ പലമുറ അലങ്കരിച്ച് പുറത്തു വന്നു. ആരെയും കണ്ടില്ല. കുറെ നേരം കഴിഞ്ഞപ്പോ അവൾ അവധൂതനെ കണ്ടു. ഈ അവധൂതനെ അങ്ങോട്ടൊന്നും നോക്കി. അവൾക്ക് വൈരാഗ്യം ഉണ്ടായി. ഇതൊക്കെ വ്യാഖ്യാതാക്കളുടെ ഭാവനയാണ്, ഭാഗവതത്തിൽ അങ്ങനെയൊന്നുമില്ല. എങ്കിലും പറയാണ്, ഈ മഹാപുരുഷ സമ്പർക്കം കൊണ്ടായിരിക്കണം അവൾക്ക് വൈരാഗ്യം ഉണ്ടായത്. അവൾ പറയാണ്, ഈ വിദേഹ നഗരത്തിൽ ഞാനൊരുത്തി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു മൂഢബുദ്ധിയായിട്ട്. വിദേഹാനാം പുരേഹി അസ്മിൻ അഹമേകൈവ മൂഢധീഹി. എന്താന്ന് വെച്ചാൽ വരുന്നവരെയൊക്കെ നിത്യമെന്ന് ധരിച്ച് അവരിൽ നിന്ന് സുഖം കിട്ടുമെന്നും ധനം കിട്ടുമെന്നും, സുഖം കിട്ടുമെന്നും ആശ്രയമായി ധനം കിട്ടുമെന്നും ഒക്കെ ആശിച്ച് ഞാൻ ബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ എത്ര കാലം? ഇവരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നവരാണ്. എനിക്ക് ആശ്രയിക്കാൻ ഈ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്കൊരു ഭർത്താവ് വേണം. ആ ഭർത്താവ് എന്നെ ഒരിക്കലും വിട്ടുപോകരുത്. നിത്യസുഖം എനിക്ക് തരണം. ശാശ്വതമായ ആ ഭർത്താവ് എനിക്ക് സ്വന്തമാവണം. അങ്ങനെ ഒരു ഭർത്താവ് വേണം. എന്നാ ഇപ്പൊ കല്യാണം കഴിച്ചൂടെ എന്ന് വെച്ചാൽ അവൾ പറയണത്, കല്യാണം കഴിച്ചാൽ ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ആവില്ല. ആ ഭർത്താവ്, കല്യാണം കഴിക്കുന്ന ആള് നിത്യമായിരിക്കണം, എപ്പോഴും സുഖം തരണം. അത് സാധിക്കുകയില്ല. ശണ്ട തുടങ്ങുന്നത് അതിനുശേഷമാണ്. പിന്നെ വിട്ടുപോകരുത്, ശാശ്വതമായിരിക്കണം. കർണാടകത്തിൽ അക്കമഹാദേവി എന്നൊരു സിദ്ധ ഉണ്ടായിരുന്നു. അവര് പാടി പാട്ട് കേട്ട് ആരും പേടിക്കണ്ട. പാട്ട് കുറച്ച് ക്രൂരം പോലെ ഉണ്ടാവും പാടിക്കഴിഞ്ഞാൽ. അക്കമഹാദേവി പറഞ്ഞു, കല്യാണം കഴിക്കണമെങ്കിൽ നിത്യമായ ഭർത്താവിനെ പിടിച്ചെടുക്കൂ. മല്ലികാർജുനനെ കല്യാണം കഴിക്കൂ. നിങ്ങളുടെ ഭർത്താവിനെ അടുപ്പിലിടൂ. വ്യാഖ്യാനം പറയണത് അടുപ്പിലിടൂന്ന് വെച്ചാൽ ജ്ഞാനമാവുന്ന അഗ്നി കൊണ്ട് ഈ പുറമേ ഉള്ള ഭർത്താവിനോടുള്ള സ്നേഹത്തിനെ ആത്മപ്രേമമാക്കി മാറ്റൂ എന്നാണ് അർത്ഥം. അത് പിന്നെ പറഞ്ഞു വരാം. പക്ഷെ പച്ചയ്ക്ക് പറയുമ്പോ ചെന്നമല്ലികാർജുനൻ നിത്യമായ കാന്തനാണ്, നിത്യപതിയാണെന്ന്. പിങ്കള് പറഞ്ഞു, എനിക്ക് നിത്യമായ ഒരു ഭർത്താവിനെ കിട്ടി, നിത്യപ്രിയം അവന്റെ അടുത്തുണ്ട്.
അവൻ എന്നെ ഒരിക്കലും വിട്ടുപോകില്ല. സന്തം സമീപേ രമണം പ്രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാം. അഹം അജ്ഞ, ഇത്രകാലം ഞാൻ അജ്ഞാനിയായിരുന്നു. ഏറ്റവും അടുത്ത് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരാളെ വിട്ട്, സിദ്ധനായിരുന്നവനെ വിട്ട്, സന്തം സമീപെ, ഇതിനേക്കാളും അടുക്കാൻ വയ്യ, അത്രയും അടുത്ത് ഹൃദയത്തിൽ എപ്പോഴും സിദ്ധനായിട്ടുള്ള ഈ ഭഗവാനെ വിട്ട് പുറമേയുള്ള വസ്തുക്കളെയൊക്കെ ഞാൻ ഭജിച്ചുവല്ലോ. രതിപ്രദം, അവൻ നിത്യം രതി തരുന്നവനാണ്, ആനന്ദം തരുന്നവനാണ്. നിരന്തര രതി, നിരന്തരാനന്ദം. ആത്മരതി, ആത്മക്രീഡ, ആത്മമിഥുന, ആത്മാനന്ദ എന്നൊക്കെ ശ്രുതി. എപ്പോഴും ആനന്ദം തരാൻ കഴിവുള്ളവനായ ഈ അന്തര്യാമിയെ വിട്ട് എനിക്ക് വിത്തപ്രദം, വിത്തമെന്ന് വെച്ചാൽ പരിപൂർണ സംരക്ഷണം, ഇനി ഒരിക്കലും ഭയപ്പെടേണ്ട, അഭയം, അങ്ങനെയുള്ള ഭഗവാനെ വിട്ട് അകാമദം ദുഃഖ ഭയ ആദി ശോക മോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. വെളിയിലുള്ളവരൊക്കെ നമ്മൾക്ക് ആഗ്രഹം പൂർത്തി ചെയ്ത് തൃപ്തിപ്പെടുത്താൻ ലോകത്തിലുള്ളവർക്ക് സാധ്യമല്ല. മാത്രമല്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. കിട്ടും തോറും വെളിയിലുള്ള വസ്തുക്കളിലാണ് സുഖമുള്ളത് എന്നുള്ള ഭ്രമം ഉണ്ടാവും. തുച്ഛം, അല്പമായ സുഖം. ഞാൻ അജ്ഞാനി, അതിൽ വീണുപോയല്ലോ, ഇനി ഞാൻ വീണുപോവില്ല. രമേ അനേന യഥാരമ. മഹാലക്ഷ്മി എങ്ങനെ ഭഗവാനെ വിട്ട് പിരിയാതിരിക്കണോ, അതുപോലെ ഞാനും ഈ ആത്മാവായ അന്തര്യാമിയായ കൃഷ്ണനെ വിട്ട് ഇനി ഞാൻ പിരിയില്ല. അവനോട് ചേർന്ന് ഇരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് പിങ്കള ഉറങ്ങി എന്നാണ് അവധൂതൻ പറയണത്. സുഷ്വാപ പിങ്കള, സുഖം സുഷ്വാപ പിങ്കള. ഇത്രകാലം അവൾ ഉറങ്ങിയില്ല അത്ര, എപ്പോഴാ അത്ര ഉറങ്ങിയത്? അവൾ പാടിക്കൊണ്ട് ഉറങ്ങിയത്രേ. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. അവൾ സുഖമായി ഉറങ്ങി. ഉറങ്ങി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിർവികൽപ്പേ സമാധൗ സുഖം സുഷ്വാപ പിങ്കള. ഈ പിങ്കളെ ആരാണ്, എന്തിനാ ഈ അവധൂതൻ ദത്താത്രേയൻ ഒരു വേശ്യയുടെ കഥ പറയണത് എന്ന് വെച്ചാൽ, വ്യാഖ്യാതാക്കള് ആയ മഹാപുരുഷന്മാരാണ് അതിന്റെ പ്രഭാവം മുഴുവൻ കൊണ്ടുവരണത്. അവര് പറയണത് ഇത് പിങ്കളെ ഒരു വേശ്യയല്ല, നമ്മളുടെ കഥയാണത്. വളരെ ബലമായ ഒരു ഉദാഹരണം കൊണ്ട് നമ്മളെ ചീത്ത വിളിക്കുകയാണ് ശ്രീശുഖൻ എന്നാണ്. എന്നുവെച്ചാൽ അവൾ ചെയ്യുന്നത് തന്നെയാണ് അജ്ഞാനിയായ ജീവനും ചെയ്യണത്. തനിക്ക് നിത്യമായ ആരോട് ബന്ധമുണ്ടോ ആ ബന്ധം വിട്ടിട്ട് അനിത്യമായ വസ്തുക്കൾ ദുഃഖം തരുന്നതും ആഗ്രഹത്തിനെ സമ്പൂർണമായി സംതൃപ്തി ചെയ്യാൻ സാധിക്കാത്തതുമായ വസ്തുക്കളോടൊക്കെ സംബന്ധം വെച്ചുകൊണ്ട് അതിലൊക്കെ പെട്ട് പുറത്തു വരാൻ കഴിയാതെ വിഷമിക്കുന്ന ജീവനെയാണ് പിങ്കള എന്നുള്ള ഒരു ഉപമ കൊണ്ട് ചിത്രീകരിക്കുന്നത്. പിങ്കളയുടെ പണിയാണത്രയത്. പുറമേ ഉള്ള വസ്തുക്കളോടൊക്കെ ബന്ധം, ഏതു ഭഗവാന്റെ അടുത്ത് ബന്ധമുണ്ടോ അതറിയാൻ വയ്യ. ആ ഭഗവാന്റെ അടുത്ത് ഭക്തിയില്ല. മറ്റു വസ്തുക്കളോടുള്ള പ്രിയം, ആസക്തി നമുക്ക് മനസ്സിലാവണുണ്ട്, ഭക്തി മനസ്സിലാവാൻ വയ്യല്ലോ. ഭക്തി എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കണത് അമ്പലത്തിലൊക്കെ പോണം, പോയിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മളുടെ കഷ്ടമൊക്കെ പറയണം, കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ പറയണം. ഇതോടെ കഴിഞ്ഞു. അത് ഭക്തിയാണ്, ഇല്ല എന്ന് പറയണില്ല. പ്രാകൃത ഭക്തി എവിടെയോ ഒരിടത്ത് ബന്ധപ്പെടുന്നുണ്ടല്ലോ. ത്യാഗരാജസ്വാമികൾ പറഞ്ഞു, എനിക്ക് ഭക്തിമാർഗം എന്താന്ന് അറിയില്ല എന്നാണ്. ത്യാഗരാജൻ പറയാ, എനിക്ക് രാമഭക്തി എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. തെളിയലേതു രാമഭക്തി മാർഗം എന്തും, രാമഭക്തി എന്താന്ന് എനിക്ക് ഒരു പിടിയില്ല എന്നാണ്. രാമഭക്തി സാമ്രാജ്യത്തിന് അധിപതികൾ പരമഭാഗവതന്മാരായിട്ടുള്ളവരുണ്ട്. അവരുടെ പാദധൂളി എടുത്താലേ വലതുമൊക്കെ അറിയുള്ളൂ എന്നാണ്. ആ അഭിമാനം അവിടെ പോയി അടങ്ങണമെന്ന്.
അപ്പൊ ഭക്തി എന്ന് പറയണത് അലൗകികമായ ഒരു അനുഭൂതിയാണ്. കുറെ ദിവസമായി ഞാനിപ്പോ ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കണം. കുറച്ചൊന്നിപ്പോ ഭക്തിയിലേക്കാം. ഭക്തി വരട്ടെ. ഭക്തി എന്ന് പറയണത് ജ്ഞാനത്തിന്ന് വേറെയല്ല. ജ്ഞാനം തന്നെ ഭക്തിയാണ്, ഭക്തി തന്നെ ജ്ഞാനമാണ്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ എന്ന് പറഞ്ഞാൽ ഭക്തി വേറെ ജ്ഞാനം വേറെ എന്ന് ആര് പറയണോ അവർക്ക് ഭക്തിയും അറിയില്ല ജ്ഞാനവും അറിയില്ല എന്നാണ്. ആര് ഇത് രണ്ടും ഒന്നായിട്ട് കാണുന്നു അവര് അൻപേ ശിവമായി അമർന്നിരുന്നാറേ, അവര് ഭക്തിയെ ജ്ഞാനമായി ഇരിക്കും എന്നാണ്. ജ്ഞാനം തന്നെ ഭക്തിയായിട്ട് തീരും, ഭക്തി തന്നെ ജ്ഞാനമായിട്ട് തീരും. മഹാജ്ഞാനികളെയൊക്കെ എടുത്തു നോക്കുക, അവരൊക്കെ ഉത്തമ ഭക്തന്മാരായിരുന്നു. ജ്ഞാനികളുടെ ശ്രേണിയിൽ ഉത്തമ സ്ഥാനത്ത് ഇരുത്താവുന്ന ജീവൻ മുക്തന്മാരൊക്കെ ഉത്തമ ഭക്തന്മാരായിരുന്നു. രമണ മഹർഷി, നമ്മൾ ഇംഗ്ലീഷിലുള്ള പുസ്തകം മാത്രം വായിച്ചാൽ നമുക്ക് തോന്നും ഒരു ഫിലോസഫർ ആണോ എന്ന് തോന്നിപ്പോകും ആളുകൾക്ക്. ഒരിടത്തും ഈശ്വരൻ ഭക്തി, തമിഴില് ഭഗവാൻ എഴുതിയ കൃതികളൊക്കെ നോക്കിയാൽ ഭഗവാൻ തന്നെ ഉപയോഗിക്കണ വാക്ക് എല്ലിനെ ഉരുക്കുന്ന ഭക്തി എന്നാണ്. അസ്ഥിയെ ഉരുക്കുന്ന ഭക്തി. എൽമ്പുരുക്കും അൻപർകൾ തം. അത്തരത്തിലൊരു ഭക്തി. ആശ്ചര്യം എന്താ, അവർക്ക് എവിടുന്ന് ഭക്തി വരണോ, ആരോട് ഭക്തി വരണോ? ഭക്തിക്ക് എന്താണ് ഹേതു? ഭക്തിയിലൂടെയാണ് ജ്ഞാനത്തിലേക്ക് വന്നത്. ശ്രീശങ്കരൻ ഭക്തിക്ക് എന്താ കുറവ്? നാരായണ ഗുരുദേവൻ ഭക്തിക്ക് എന്താ കുറവ്? എത്രയോ മഹാപുരുഷന്മാരുടെ അവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുക, ജ്ഞാനം പോലെ തന്നെ ഭക്തി സമമാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞു എടുത്ത്, ജ്ഞാനവും ഭക്തിയും സമമായിട്ടിരിക്കണം, അല്ലെങ്കിൽ അവന് ഹൃദയവികാസമല്ല. ഹൃദയമില്ലാതെ ബ്രെയിൻ മാത്രം ഉള്ളവൻ അവൻ അധികം വൈകാതെ ഭ്രാന്തനായിട്ട് മാറുമെന്ന്. ബ്രെയിൻ ഇല്ലെങ്കിലും ഹൃദയം ഉണ്ടെങ്കിൽ അവൻ സന്തോഷമായിട്ടിരുന്നു. പലപ്പോഴും ബ്രെയിൻ ഇല്ലെങ്കിൽ ഹൃദയം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സന്തോഷമായിട്ടിരിക്കും. ഹൃദയമാണ് മുഖ്യം. ഹൃദയം എന്ന് വെച്ചാൽ വികാരമല്ല, വികാരത്തിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദ്രവീകരണം, എന്താ പറയാ, ഉരുകൽ എന്ന് പറയില്ലേ നമ്മള്, ഉരുക എന്ന് പറയില്ലേ, ആ ഒരു ഉരുകൽ ഹൃദയത്തിൽ വരണം. ജ്ഞാനത്തിലും അത് വരും, ഭക്തിയിലും അത് വരും. ജ്ഞാനത്തിൽ എപ്പോഴാ വരണ എന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ള അഭിമാനവൃത്തി ഹൃദയത്തിൽ അടങ്ങുമ്പോ ജ്ഞാനിയും ഭക്തനും ഒരേ അനുഭവമാണ്. ജ്ഞാനികൾ അതിനെ നിർവൃത്തി എന്ന് വിളിക്കുന്നു, മാർഗത്തിൽ പോണവര് അതിനെ ഭക്തിയുടെ സുഖം എന്ന് വിളിക്കുന്നു, ഭക്തിയുടെ ആനന്ദം എന്ന് വിളിക്കുന്നു, ഭക്തിയുടെ രസം എന്ന് വിളിക്കുന്നു. രസം ഭഗവാന്റെ സ്വരൂപമാണ്. രസം ഭഗവാന്റെ സ്വരൂപമാണ്. ശ്രുതി ആത്മാവിനെ രസസ്വരൂപൻ എന്നാണ് പറയണത്. രസോ വൈ സഹ രസഗൃഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. ഈ രസം കിട്ടണത് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കണത് എന്നാണ്. തമിഴില് ഈ രസം കുഴമ്പ് എന്ന് പറയും. കുഴമ്പ് എന്ന് വെച്ചാൽ സാമ്പാറിനെയൊക്കെ കുഴമ്പ് എന്ന് പറയും. നമ്മള് കഷ്ണം എന്ന് പറയല്ലോ, വെണ്ടയ്ക്കോ മുരിങ്ങയ്ക്കോ വഴുതിരിങ്ങയോ എന്തെങ്കിലും നുറുക്കിയിടുന്നത് പറയും. കഷ്ണത്തിന് തമിഴിൽ എന്താ പറയാന്ന് വെച്ചാൽ താൻ എന്നാണ് പറയാം. താൻ. മലയാളത്തില് താൻ എന്ന് വെച്ചാൽ നീ നിർത്തണ്ട്, ഞാനെന്ന് നിർത്തണ്ട്. ഹരിപ്പാടോ മറ്റോ ഊട്ടുവരയിലെ ഒരു തമിഴ് ബ്രാഹ്മണൻ ഊണ് കഴിക്കാൻ വന്നു. അപ്പൊ ഒരു നമ്പൂരി വിളമ്പാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു താൻ വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം തവിയൊക്കെ ചുവട്ടിലിട്ടിട്ട് പറഞ്ഞു, ഞാനിവിടുത്തെ ഉത്തമ ബ്രാഹ്മണൻ, ഒരു പരദേശി ബ്രാഹ്മണൻ വന്നിട്ട് താൻ വേണ്ടെന്ന് പറയണു എന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ബഹളായി അത്രേ. താനെന്ന് വെച്ചാൽ, അപ്പോ കാഞ്ചിയില് മുമ്പുണ്ടായിരുന്ന പരമാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി ഒരു പാചകക്കാരന്റെ അടുത്ത് ചോദിച്ചു, ഈ രസത്തിനും കുഴമ്പിനും എന്താ വ്യത്യാസം ചോദിച്ചു. ആ പാചകക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു. അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ രസത്തിൽ താനില്ല, കുഴമ്പില് താനുണ്ട്. താനുള്ളത് കൊണ്ട് കുഴമ്പ് എന്ന് വെച്ചാൽ കൂട്ടാൻ എന്നൊരർത്ഥമുണ്ട്, കൺഫ്യൂഷൻ എന്നൊരർത്ഥമുണ്ട്. കുഴമ്പ്, കുഴപ്പം എന്ന് പറയില്ലേ, അത് തന്നെ തമിഴിൽ പറഞ്ഞ കുഴമ്പ് എന്നുവെച്ചാൽ
കൺഫ്യൂഷൻ. അഹങ്കാരം ഉണ്ടെങ്കിൽ രസമില്ല. ആ താൻ എടുത്തു മാറ്റിയാൽ രസം. ഈ അഹങ്കാരം പോകുമ്പോഴാണ് ആത്മാവിന്റെ രസത്തിന്റെ അനുഭവം വരണത്. കൊച്ചുകുട്ടികളിൽ ആ രസം കാണും. അതാണ് ഭട്ടതിരി പറഞ്ഞു, ഗുരുവായൂരപ്പ ഞാൻ കുട്ടികളെ പോലെ ആവട്ടെ എന്നാണ്. വർത്തേയ ത്യക്തമാന സുഖമതി ശിശുവത് നിസ്സഹായശ്ചരേയം. ചെറിയ കുട്ടികൾക്ക് അഭിമാനമില്ല, നിസ്സഹായ. കുട്ടിക്ക് പേടിയൊന്നുമില്ല, ഓടിക്കൊള്ളും. വീഴുവോ വീഴില്ലയോ എന്ന് അമ്മമാർക്കാണ് പേടി. കുട്ടിയെ വീഴാതെ നോക്കണം. അതുപോലെ നമ്മൾ പേടിയില്ലാതെ ഇരിക്കുകയാണ്. നമ്മളെ നോക്കണ ആളുടെ ചുമതലയിൽ വിട്ടിട്ട് നിസ്സഹായ ശരേയം. ചെറിയ കുട്ടികൾ അഭിമാനം അവർക്ക് ഉരുത്തിരിഞ്ഞു വരാത്തത് കൊണ്ട്. അതേപോലെ ജ്ഞാനികൾ. ഭാഗവതത്തില് ഒരിടത്ത് പറയണു, രണ്ടുപേര് സുഖമായിരിക്കും ലോകത്തില്. രണ്ടു കൂട്ടർ ആരാന്ന് വെച്ചാൽ, ഒന്നിൽ അത്യന്തം മടയൻ, ബുദ്ധിയില്ലാത്തവൻ, അല്ലെങ്കിൽ ബുദ്ധിക്കപ്പുറം പോയവൻ. യശ മൂഢതമോ ലോകേ യസ്തു ബുദ്ധേഹേ പരം ഗതഃ താവുഭൗ സുഖമേധേതേ ക്ലിശ്യതി അന്തരിതോ ജനഃ. ഈ നടുവിലുള്ള ആളുകളുടെ കാര്യമൊക്കെ കഷ്ടാണെന്നാണ്. ഇനിയിപ്പോ നമുക്ക് ചോട്ട് പോവാൻ പറ്റില്ല, മേലെ തന്നെ പോണം. ഇനിയിപ്പോ മൂഢനാവാൻ വയ്യ, അപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനിയാവുക. ഗോ ബിയോണ്ട് ദ ബ്രെയിൻ, ട്രാൻസെൻഡ് ദ ബ്രെയിൻ, ട്രാൻസെൻഡ് ദ ഇന്റലക്ട്, ഗോ ബിയോണ്ട് ഇറ്റ്. ബുദ്ധിക്ക് അപ്പുറം പോവാ. ബുദ്ധിക്ക് ചുവട്ടിൽ പോവാൻ വയ്യ, പറ്റില്ല. അപ്പോ ഭക്തി ഹൃദയത്തിന്റെയാണ്. ഭക്തി ഹൃദയത്തിന്റെ, ഹൃദയം വികസിക്കുമ്പോ ഉണ്ടാവുന്ന രസാനുഭവമാണ് ഭക്തി. ആത്മാവിന്റെ രസമാണത്. അത് തന്നെയാണ് ജ്ഞാനികൾ ആനന്ദം എന്ന് പറയണത്. ജ്ഞാനിയുടെ ആനന്ദം ഒരു കാരണമില്ലാത്ത ആനന്ദമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാലാണ് ആനന്ദം, എന്തെങ്കിലും വസ്തു ഉള്ളപ്പോഴാണ് ആനന്ദം. പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഒരു കാരണമില്ലാതെ, പുറമേ നിന്ന് ഒന്നും തനിക്ക് ആശ്രയമില്ലാതെ ആനന്ദം വരണുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ഹേതുവില്ല, ആ ആനന്ദത്തിന് വിഘ്നവുമില്ല. അത്തരത്തിലുള്ള ആനന്ദം ആത്മരതി. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശമാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. ഈ ആനന്ദം, ഈ ശ്ലോകം ചൊല്ലുമ്പോ ഈ ആനന്ദം എപ്പോഴാ നമ്മൾക്ക് വി ഗെറ്റ് ഇനീഷ്യേറ്റഡ് ഇൻ ടു ഇറ്റ് പറയാൻ പറ്റില്ല. എപ്പോഴാ അതിനൊരു സ്ഫൂർത്തി ഉണ്ടാവുക എന്ന് പറയാൻ വയ്യ. ഈ ശ്ലോകം ചൊല്ലുമ്പോ എനിക്ക് ഓർമ്മ വരും, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 16 വർഷം മുമ്പ് പാലക്കാട് ഒരു ചെറിയ അമ്പലത്തിൽ ഭഗവത്ഗീത ചൊല്ല. ഭഗവത്ഗീത ഒരു മണ്ഡപത്തിലിരുന്ന് ഗീത പ്രഭാഷണം, വേറൊരു മണ്ഡപത്തിൽ, മറ്റൊരു മണ്ഡപത്തിൽ ഓപ്പോസിറ്റ് സൈഡില് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് ചുറ്റും കുറെ കൊച്ചുകുട്ടികൾ, ഒക്കെ ഒരു 10 വയസ്സിന് ചുവട്ടിലുള്ള കുട്ടികളാണ്. അപ്പോ നടത്തുന്നവർക്കൊക്കെ അല്പം പേടിയുണ്ടായിരുന്നു, ഒരു ബഹളം കൂട്ടുവോ. ഒരു ബഹളം ഇല്ലാതെ സ്വസ്ഥമായിട്ട് കുട്ടികൾ ഇരിക്കണ്ടായിരുന്നു. മുമ്പിലൊരു കറുത്തിട്ട ഒരു കുട്ടി, ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പൊ ഈ ശ്ലോകം യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശമാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. ആരാണോ ആത്മാവിലെ രമിക്കുന്നത്, ആത്മാവിലെ ആനന്ദം കണ്ടെത്തുന്നത്, ആത്മസുഖത്തിനെ അനുഭവിക്കുന്നത്, അവന് പുറമേക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ ഇതിന് ഉപോത്ബലമായിട്ട് വരുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി. ആത്മാ പുരസ്താദാത്മാ പശ്ചാദാത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി ബ്രഹ്മൈവേദം അമൃതം വിശ്വമിദം വരിഷ്ഠം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ച ഉത്തരേണ. ഈ മന്ത്രം ചൊല്ലുമ്പോ ഈ കൊച്ചുകുട്ടി ഒരു ക്ഷണനേരത്തേക്ക് ആ കുട്ടിക്ക് എന്തു മനസ്സിലാവും ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ ഈ മനസ്സിലാവുന്നതിനാണല്ലോ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത്. മനസ്സിലായില്ല. എന്റെ അനുഭവത്തില് രണ്ടുപേരും ഒരേ തലത്തിൽ നിൽക്കുന്നവരാണ്, ഈ മനസ്സിലാവണവരും മനസ്സിലാകാത്തവരും. ഈ കൊച്ചുകുട്ടിക്ക് മനസ്സിലാവാനുള്ള വയസ്സൊന്നും ആയിട്ടില്ല, 7 വയസ്സോ 8 വയസ്സേ പ്രായമായിട്ടുള്ളൂ. കേട്ടുകൊണ്ടേയിരിക്കണ കുട്ടി
ഒന്ന് ചെറുതായിട്ടൊന്ന് വിറച്ചങ്ങനെ നിശ്ചലമായി, കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകാൻ മറ്റും ഞാൻ ഒന്നും പറഞ്ഞില്ല. ജ്ഞാനിയുടെ ആനന്ദമാണ് പറയണത്, ആത്മാവിന്റെ ആനന്ദമാണ് പറയണത്, ആ രസമാണ് പറയണത്. ഈ കുട്ടി അങ്ങോട്ട് നിശ്ചലമായിട്ടിരുന്നു, പ്രാണചലനമില്ല. കണ്ണിന്നിങ്ങനെ കടക്കണ്ണിന്നിങ്ങനെ കണ്ണീര് ധാരധാരധാരയായിട്ട് ഒഴുകണുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്കൊക്കെ നിർത്തി, എല്ലാം നിർത്തി, നിശ്ചലം. എവിടെ അനുഭവം വരുന്ന ആർക്ക് പറയാൻ പറ്റും? എല്ലാം നിർത്തി, 5 മിനിറ്റ് നിർത്തി. പിന്നെ തുടർന്നു. ആ കുട്ടി പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഇവിടുന്ന്. ഈ ആനന്ദം വയസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഉള്ളതല്ല, നമ്മളിൽ സഹജമായിട്ടുണ്ട്. അനുകൂലമായൊരു സന്ദർഭം വന്നാൽ അത് പുറമേക്ക് സ്ഫുരിക്കും. അത് ലൗകികമായ സാമർഥ്യങ്ങൾ കൊണ്ടൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ നമ്മളുടെ സാമർഥ്യത്തിലുള്ള വിശ്വാസം നമുക്ക് പോണത്, എപ്പോഴാണോ നമ്മളുടെ സാമർഥ്യം കൊണ്ടല്ല ഇത് നേടിയെടുക്കണത്, സ്പിരിച്വാലിറ്റി അധ്യാത്മാനുഭൂതി എന്ന് പറയണത് എപ്പോഴാ ഉണ്ടാവണതെന്ന് വെച്ചാൽ, എപ്പോ നമ്മളുടെ സാമർഥ്യത്തിന്റെ സകല വാതിലും നമ്മൾ അടയ്ക്കണോ, അതൊരു വലിയ സ്റ്റേജാണ്. ബുദ്ധന് പോലും അപ്പോഴാണ് നേടിയതെന്നാണ്. ബുദ്ധൻ മാക്സിമം പരിശ്രമം ചെയ്ത എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞിട്ടും തൃപ്തനാവാതെ തനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ അവസാനം എല്ലാം വിട്ടിട്ട് ശരണാഗതി ചെയ്തപ്പോഴാണ് സിദ്ധാർത്ഥന് ആ മഹാബോധം പ്രകാശിച്ചത്. ഭക്തിമാർഗത്തിൽ ഭഗവത്ഗീതയിൽ പറയണത് നീ ശരണാഗതിയോടുകൂടെ തന്നെ തുടങ്ങൂന്നാണ്. മാമാശ്രിത്യ, ആരംഭം മുതൽക്ക് തന്നെ ഭക്തിയില് ശരണാഗതിയോടുകൂടെ തന്നെ തുടങ്ങും. ആ പ്രേമത്തോടുകൂടെ തന്നെ തുടങ്ങും. പ്രേമഗർഭസ്മൃതി എന്ന് പറഞ്ഞല്ലോ, ആ പ്രേമഗർഭസ്മൃതിയോടുകൂടെ തന്നെ സാധന ചെയ്യുമെങ്കിൽ സമുക്തഃ ഖലു, ശ്രീശങ്കരൻ പറഞ്ഞു അവൻ മുക്തനാണെന്നാണ്. നീ എന്ത് നേടിയെടുക്കാനാ? ആർക്കകമേ പ്രേമമുണ്ടോ, ഭക്തിയുണ്ടോ, ശരണാഗതി ഉണ്ടോ, എന്ത് നേടിയെടുക്കണം, എന്ത് കിട്ടണം, എന്താവണം? ഒന്നും ആയിത്തീരാനില്ല, ഒന്നും നേടിയെടുക്കാനില്ല, ഒന്നും കിട്ടാനില്ല. എനിക്കൊന്നും വേണ്ടാന്നാണ് ഭക്തന്റെ അഭിപ്രായം. എനിക്കൊന്നും വേണ്ട, ഈശ്വര ദർശനം പോലും ഞാൻ ചോദിക്കണില്ല. രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു, അരുണാചലേശ്വരൻ അങ്ങയുടെ മുമ്പിൽ വരികയാണെങ്കിൽ അങ്ങ് എന്തു പറയും? ഭഗവാൻ പറഞ്ഞു, ഈ പ്രത്യക്ഷപ്പെടുന്ന വേലയല്ല എങ്കിട്ട് വെച്ചിക്കാതെ ചൊല്ലുവേ. ഈ പ്രത്യക്ഷപ്പെടുന്നതൊന്നും എന്റെ അടുത്ത് വേണ്ടാന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ നീ വന്നിട്ട് മറഞ്ഞു പോവും, പിന്നെ ഞാൻ മോഹിച്ച് കരയണം, ഒന്നും വേണ്ട. പോക്കും വരവും ഒരാഗ്രഹവുമില്ല, അതാണ് ഭക്തന്റെ ലക്ഷണം. ശ്രീമദ് ഭാഗവതത്തില് ഏകാദശ സ്കന്ധം നമുക്കറിയാം, മഹാസമുദ്രമാണ്. ഏകാദശ സ്കന്ധത്തിന് വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങൾ ഭാഗവതത്തിന് ധാരാളം ഉണ്ട്. ശ്രീധരിയും ഏറ്റവും പ്രാമാണ്യമായി അംഗീകരിക്കപ്പെട്ടതാണല്ലോ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിന് മാത്രമായി വ്യാഖ്യാനം എഴുതിയവർ തന്നെ ധാരാളം പേരുണ്ട്. അതിലേറ്റവും അദ്ഭുതമായ ഒരു വ്യാഖ്യാനമാണ് മറാത്തി ഭാഷയില് ഏകനാഥി ഭാഗവത്. മഹാരാഷ്ട്രത്തിൽ മുഴുവനും എല്ലാവർക്കും പ്രമാണമായിട്ടുള്ളതാണ്. മഹാരാഷ്ട്രത്തിൽ വന്ന സന്തുക്കളൊക്കെ തന്നെ അത് പഠിച്ചിട്ടുള്ളവരാണ്. തുക്കാറാം ഒരിടത്ത് പറയേണ്ടത്രേ 1000 പ്രാവശ്യം അത് ഉരുവിട്ടു എന്നാണ് ഏകനാഥി ഭാഗവതം. 1000 പ്രാവശ്യം. അത് ജ്ഞാനത്തിന്റെ, അധ്യാത്മവിചാരത്തിന്റെ, വേദാന്ത വിചാരത്തിന്റെ എല്ലാ അംശങ്ങളും ഡയമെൻഷൻസും അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഏകനാഥസ്വാമി. ഏകനാഥൻ ആണ് അതിന്റെ വ്യാഖ്യാതാവ്. പരമഭക്തനായിരുന്നു, വലിയ ജ്ഞാനിയായിരുന്നു. ഏകനാഥസ്വാമിയുടെ ജീവിതത്തില് ഒരു കഥ പറയും. അദ്ദേഹത്തിന്റെ ഗുരു ജനാർദ്ദനൻ എന്ന യോഗിയായിരുന്നു, ജനാർദ്ദനസ്വാമി. ആ ജനാർദ്ദനസ്വാമിയുടെ അടുത്ത് ഏകനാഥൻ അനേക വർഷം പരിചരണം ചെയ്തുകൊണ്ട് താമസിച്ചിട്ടുണ്ട്. ഈ ജനാർദ്ദനസ്വാമി വളരെ വിചിത്രമായ ഒരു യോഗിയായിരുന്നു. അവരൊക്കെ ഈ മഹാരാഷ്ട്ര സന്തുക്കള് വാരക്കരി സമ്പ്രദായം ജ്ഞാനേശ്വരൻ മുതൽക്ക് വരണത്
അതിപ്പോ നമുക്ക് നാമസങ്കീർത്തനം ഭജനയായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മനോഹാരിത്വം അവിടെയല്ല. ഏറ്റവും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു റിലീജിയൻ എന്ന് നമുക്ക് അവരെ പറയാം, വിശേഷിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ അത് അവരുടെ ഒരു മതമല്ല, എല്ലാവർക്കും ഉള്ള മതമാണ്. അതിന്റെ ഒരു വൈശിഷ്ട്യം എന്താന്ന് വെച്ചാൽ അവരവര് എന്തെന്ത് പണി ചെയ്യണോ അതത് പണി ചെയ്യാം. എവിടെ ഇരിക്കണോ അവിടെ ഇരിക്കുക. പ്രത്യേക പേര് മാറ്റലോ വേഷം മാറ്റലോ ഒന്നും വേണ്ട. നിങ്ങൾ അകമയ്ക്ക് ഭക്തി, ജ്ഞാനം, അനുഭവം സമ്പാദിച്ചാൽ മതി. ഇതാണ് ഇനി ഉള്ള കാലത്ത് പ്രചാരാവേണ്ട ഒരു മതം. എന്താന്ന് വെച്ചാൽ പ്രത്യേകമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമ്പോ ഒന്നാമത് അതിൽ ഒരു കുഴപ്പമുണ്ട്. എന്താന്ന് വെച്ചാൽ ശരീരത്തിനെയാണ് പ്രത്യേകമായി എന്തോ ചെയ്യണത് നമ്മൾ. ഒന്ന്. രണ്ട്, ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ നമ്മളെ പ്രത്യേകമായി ഒരു ക്ലാസ് ആക്കി മാറ്റും. അപ്പൊ തന്നെ നമുക്ക് വിഷമാണ്. ഭക്തി എസ്പെഷ്യലി സാധനയിൽ ആചാര്യസ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് പ്രാരബ്ധം അതുണ്ടാവും, പോട്ടെ. സാധകന്മാർക്ക്, സാധന ചെയ്യുന്നവർക്ക്, ഭക്തിമാർഗത്തിലൊക്കെ പ്രവർത്തിക്കുന്നവര് അവരെവിടെ ഇരിക്കണോ അതാത് പണി ചെയ്തുകൊണ്ട് തന്നെ ആ ഭക്തിയും അനുഭൂതിയും സമ്പാദിക്കാം. അതിന് ദൃഷ്ടാന്തമായിരുന്നു ആ മഹാരാഷ്ട്രത്തിലുള്ള ഭക്തന്മാരുടെ കഥയൊക്കെ നോക്കിയാൽ ഒരാൾ ചെരുപ്പ് കുത്തിയാണ്, ഒരാൾ തുണി നെയ്ത്തുകാരനാണ്, ഒരാൾ തുന്നൽക്കാരനാണ്, ഒരാള് പാടത്ത് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ്, ഒരാൾ നല്ല ആചാര അനുഷ്ഠാനത്തോടെയുള്ള ബ്രാഹ്മണനാണ്, ഒരാൾ അവധൂതനായ സന്യാസിയാണ്. എല്ലാരും ഉണ്ട്, എല്ലാ ക്ലാസ്സുണ്ട്. അവരൊക്കെ തുല്യമായി സ്വാനുഭൂതി സമ്പന്നരായ സന്തുക്കളാണ്. അതിൽ ഈ ഏകനാഥൻ ജ്ഞാനത്തിലും ഭക്തിയിലും ഒരുപാട് ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു മഹാപുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജനാർദ്ദനസ്വാമിയുടെ വീട്ടിൽ ചെന്ന് പഠിക്കുമ്പോ, ഈ ജനാർദ്ദനസ്വാമി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാജാവിന്റെ കോർട്ടില് വലിയ ജോലിയായിരുന്നു. കുതിരപ്പുറത്ത് പോകും, യുദ്ധമടക്കം ചെയ്യും, അങ്ങനെയുള്ള ആളാണ്, വലിയ യോഗിയായിരുന്നു. ആ ജനാർദ്ദനസ്വാമിയുടെ വീട്ടില്, ആശ്രമമൊന്നുമില്ല, വീട്ടില് ഏകനാഥൻ എല്ലാ പരിചരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് താമസിക്കായിരുന്നു. ഗുരുവിനോട് അത്ര കണ്ട് ഭക്തി. അദ്ദേഹത്തിന്റെ പിന്നീട് എഴുതിയ കീർത്തനങ്ങളിലൊക്കെ തന്നെ മുദ്ര തന്നെ ഏകാജനാർദ്ദനി എന്നാണ് മുദ്രയൊക്കെ. ഈ ജനാർദ്ദന സ്വാമിയും ഏകനാഥനെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. ഉത്തമ ശിഷ്യനാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പഠിപ്പിച്ചാൽ കേടുവരും. അവര് താനേ പഠിച്ചോളും, ഗ്രഹിച്ചോളും. ഒന്നും പഠിപ്പിച്ചില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന പല ശിഷ്യന്മാരും ഒക്കെ പഠിച്ചും ശാസ്ത്രത്തിലും യോഗത്തിലും ഒക്കെ അഭ്യാസവും ഒക്കെ പഠിച്ചു പലരും പോയി. പക്ഷെ ഏകനാഥനെ ഒന്നും പഠിപ്പിച്ചില്ല അദ്ദേഹം. ഉപനിഷത്തിൽ ഇങ്ങനെ ഒരുപാട് കഥയുണ്ട് ഉത്തമ ശിഷ്യന്മാർക്ക് ഗുരു പഠിപ്പിക്കാതെ വിടുന്നത്. സത്യകാമൻ ഉപകോസലനെ പഠിപ്പിക്കാതെ വിട്ടു എന്നൊരു കഥയുണ്ട് ഉപനിഷത്തിൽ. ഉപകോസലന് അഗ്നി ഉപദേശം ചെയ്യും. ഖം ബ്രഹ്മ പ്രാണോ ബ്രഹ്മ എന്ന് ഉപദേശിക്കും. അതുപോലെ ഇവിടെ ഏകനാഥന് ജനാർദ്ദന സ്വാമി ഉപദേശിച്ചില്ല, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. 12 വർഷം ഇയാള് പണിയെടുക്കും, വീട് അടിച്ചു തെളിച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തു കൊടുത്ത് ഒന്നും ചോദിക്കൂല ഗുരുവിന്റെ അടുത്ത്. എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരുമെന്നോ, എന്തെങ്കിലും അറിയണമെന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഒന്നും ചോദിച്ചു. 12 വർഷത്തിന് ശേഷം ഒരു ദിവസം വീട്ടിലെ കണക്ക് നോക്കുകയാണ്. ധാരാളം പേര് വന്ന് ഊണ് കഴിക്കുന്നുണ്ട്, ധാരാളം വിദ്യാർത്ഥികളുണ്ട്, അവരുടെ ഒക്കെ ചെലവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കണക്ക് നോക്കിയിട്ട് എന്തോ ചെറിയ ഒരു സംഖ്യ കണക്കില് വരണില്ല, ബാലൻസ് ആവണില്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ഏകനാഥ് അത് നോക്കുകയാണ്. ഈ ജനാർദ്ദന സ്വാമി രാത്രി ചെന്ന് ചോദിച്ചു അത്രേ, എന്താ കിടക്കണില്ലേ ചോദിച്ചു. ഇത് ഈ സംഖ്യ കൂട്ടിയിട്ട് കിട്ടണില്ല, എവിടെ പോയെന്ന് കിട്ടിയില്ല. അപ്പൊ തന്നെ ജനാർദ്ദന സ്വാമിക്ക് തോന്നി, പാവം ഈ കുട്ടി 12 വർഷമായി ഇവിടെ വന്നിട്ട് ഒന്നും എന്നോട് ചോദിച്ചില്ല. ഇതുപോലെ ആർക്കും പരിചരണം ചെയ്യാനും സാധിക്കില്ല, അങ്ങനെ പരിചരണം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഒരു കടപ്പാട്. ഈ കടപ്പാടുണ്ടല്ലോ വലിയൊരു പവറാണ്. അവരുടെ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് പോയി കളയും. പിന്നെ നേരം വെളിച്ചാവാൻ പോകുമ്പോ അപ്പോഴും നോക്കുമ്പോ ഇരിക്കുന്നുണ്ട് ഈ കണക്കും വെച്ചോണ്ട്.
ബ്രാഹ്മമുഹൂർത്തായ ഗുരു പോകുമ്പോ വളരെ സന്തോഷത്തോടെ ഏകനാഥൻ പറഞ്ഞു, ഇപ്പോഴാ കണക്ക് കിട്ടിയത്. ജനാർദ്ദന സ്വാമിക്ക് കണ്ണീര് വന്നു പോയി അത്രേ. എന്നുവെച്ചാൽ ഒന്നും തന്റെ സ്വാർത്ഥതയേ ഇല്ല, തനിക്ക് ഒന്നും നേടിയെടുക്കണമെന്നില്ല, യാതൊരു ആഗ്രഹവും ഇല്ല, ഒരു കാരണമില്ലാതെ ഒരു സേവ ചെയ്യൽ. അഹൈതുകീ ഭക്തി എന്ന് പറയുന്നത് അതാണ്. ഒരു പ്രയോജനവും തനിക്ക് യാതൊന്നും ആശിക്കാതെ അങ്ങോട്ട് ചെയ്യാ. നമ്മൾ കർമ്മയോഗം എന്നൊക്കെ പറയും, പക്ഷെ എളുപ്പമല്ല. അപ്പൊ ജനാർദ്ദന സ്വാമി ഗോദാവരിയിൽ പോയി കുളിച്ചിട്ട് സന്ധ്യാവന്തനത്തിന് ഇരിക്കുമ്പോ വലിയ യോഗിയ. അപ്പൊ ഈ യോഗികൾക്ക് ശക്തിപാതം സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമൂർത്തിയെ വേറെ ഒരാൾക്ക് ദർശനം കൊടുക്കണമെങ്കിൽ സാധിക്കും. അദ്ദേഹത്തിന് ദത്താത്രേയന്റെ അനുഭൂതിയുള്ളത്. ആ ദത്താത്രേയന്റെ ദർശനം ഏകനാഥന് കിട്ടണം എന്ന് അകമേ ആശിച്ചൊന്ന് പ്രാർത്ഥിച്ചു. അത്രയും പ്രാർത്ഥിച്ച ഉടനെ, ഇതൊക്കെ യോഗികളുടെ അനുഭവമാണ്, അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം. അതാണ്, അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം. അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഭൂതിമാർക്ക് അത് കണ്ടാ അറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോ ജനാർദ്ദന സ്വാമി ഇത് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി. ഏകനാഥൻ രാവിലെ പൂജയ്ക്ക് വെള്ളം എടുക്കാനായിട്ട് ഗോദാവരി തീരത്തിൽ പോയി. ആ സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ചെറിയൊരു ഇൻറ്റ്യൂഷൻ, ശക്തിപാതം എന്ന് പറയുന്നതിന്. ശക്തിപാതം അനുഭൂതിമാന്മാരായ ആചാര്യന്മാരിൽ നിന്നും വാക്കുകളിലൂടെയോ ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ സാന്നിധ്യത്തിലൂടെയോ ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് ഉണ്ടാവുന്ന നമുക്ക് മനസ്സിന്റെ വൈബ്രേഷനൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു വികാരം, ഇപ്പോ അസൂയ, കാമം, ഇതൊക്കെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആളുകൾക്ക് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതിനേക്കാളൊക്കെ പ്രബലമായി അതിസൂക്ഷ്മമായ റീഫൈൻഡ് ആയിട്ടുള്ള മനസ്സിന്റെ ചിത്ശക്തിയുടെ ആഘാതമാണത്. അത് ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോയി ബാധിക്കുക, അതിന്റെ ഇമ്പാക്റ്റ് ആണ്. അതപ്പോ ഏത് സെന്ററിന്ന് പോണോ അവിടെ നല്ലവണ്ണം അറിയാം അവർക്ക്. അപ്പൊ ജനാർദ്ദന സ്വാമിക്ക് നിശ്ചയമാണ് ഏകനാഥന് ദത്താത്രേയന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടാവുന്നു. അപ്പൊ സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ വിഷൻസ്, ദർശനങ്ങൾ ഉണ്ടായാൽ രാമകൃഷ്ണ പരമഹംസരുടെ കഥയിലൊക്കെ കാണാം, ബോധം കെട്ട് വീഴ, അല്ലെങ്കിൽ നർത്തനം ചെയ്യും ചില ഭക്തന്മാർ ആനന്ദം കൊണ്ട്, സന്തോഷത്തില് വികാരഭരിതരാവും. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സാധാരണ കണ്ടാൽ തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാവും. ഇത് അതീവ സൂക്ഷ്മമായ മണ്ഡലത്തിലുള്ള ദർശനമായതുകൊണ്ട് നിശ്ചയമായിട്ടും വളരെ ആനന്ദം ഉണ്ടാവും. അപ്പോ ഏകനാഥൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭാവത്തിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ കറക്റ്റ് സമയത്തിന് വെള്ളവും കൊണ്ട് ഗോദാവരിയിൽ നിന്ന് വന്നു അത്രേ. ജനാർദ്ദന സ്വാമി നോക്കി ഇത്തരത്തിലൊരു ദിവ്യ ദർശനത്തിന്റെ ഒരു ലക്ഷണവും അദ്ദേഹത്തിന്റെ അടുത്ത് കാണാനില്ല. അദ്ദേഹം വന്നു, അടുപ്പ് കൊളുത്തി കൊഴാലുകൊണ്ട് ഊതുകയാണ് അതിനകത്തേക്ക്. പുറകെ നിന്ന് ഈ ഗുരു ശ്രദ്ധിച്ചു, ഒരു വികാരമില്ല, ഒന്നുമില്ല, സാധാരണ പോലെ. പക്ഷെ ഇദ്ദേഹത്തിന് ഉറപ്പാണ്, നിശ്ചയമായിട്ട് അദ്ദേഹത്തിന് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ ഒന്നും കാണാനില്ല. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം വിളിച്ചു, ഏകനാഥനെ വിളിച്ച് ചോദിച്ചു, നീ ഗോദാവരിക്ക് പോയി ചോദിച്ചു. പോയി. സന്ധ്യാവന്തനം കഴിച്ചോ? സന്ധ്യാവന്തനം കഴിച്ചു. എന്തെങ്കിലും നിനക്ക് അനുഭൂതി ഉണ്ടായോ? ഉണ്ടായി. ഉണ്ടായി. എന്തുണ്ടായി? അങ്ങയുടെ ഉപാസനാമൂർത്തിയിലെ ദത്താത്രേയന്റെ ദർശനം ഉണ്ടായി. ജനാർദ്ദന സ്വാമി അസ്ത്രപ്രജ്ഞനായിട്ട് നിൽക്കുക. ആരോ ഒരാളെ തഹസിൽദാറിനെ കണ്ടു എന്നൊക്കെ പറയണ പോലെ ദത്താത്രേയനെ കണ്ടു, ദത്താത്രേയന്റെ ദർശനം ഉണ്ടായി എന്നൊക്കെ പറയണ. ഒരു വികാരവും ഇല്ലാതെ. അപ്പോ ഈ ഗുരുദേവൻ ചോദിക്കുകയാണ്, എന്താ ഏകനാഥായി പറയണ? ഈ ദർശനത്തിന് വേണ്ടി ഭക്തന്മാരൊക്കെ ആശിക്കണം. അങ്ങനെ ഒരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ശരീരപ്രജ്ഞ തന്നെ പോയി പോകുന്നു, മൂർച്ഛിച്ച് വീഴണം. അങ്ങനെ ഒരു ദിവ്യ ദർശനം കിട്ടിയിട്ട് ആരെയോ വഴിയിൽ കണ്ടു എന്ന് പറയണ പോലെ ദത്താത്രേയന്റെ ദർശനം കിട്ടിയെന്ന് പറയണമല്ലോ. അപ്പൊ ഏകനാഥൻ വളരെ കൂളായിട്ട് പറഞ്ഞു അത്രേ, ഞാൻ അതും കണ്ടുകൊണ്ടിരുന്നാൽ ഇവിടെ ആര് പാചകം ചെയ്യും? ഇവിടെ ആര് പൂജയ്ക്ക് ഒരുക്കും?
ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? ഞാൻ എപ്പോഴെങ്കിലും അങ്ങയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നും എന്തെങ്കിലുമൊക്കെ ദർശനം വേണമെന്നും എന്തെങ്കിലും ദർശനം കിട്ടിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാനെന്നും എന്തെങ്കിലുമൊക്കെ അവിടുത്തെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ദത്താ ആലിംഗനം ചെയ്തുകൊണ്ട് ശിരസിൽ കൈവച്ചുകൊണ്ട് ഏകനാഥന്റെ അടുത്ത് പറഞ്ഞു അത്രേ, നീ സാധാരണ യോഗിയല്ല, നീ സാധാരണ ഭക്തനല്ല. അല്പമൊക്കെ ഭക്തിമാർഗത്തിൽ യോഗമാർഗത്തിൽ ഉയർന്നവർക്ക് പോലും എന്തെങ്കിലുമൊക്കെ ദർശനം കിട്ടിയാൽ വളരെ ജാഗ്രതപ്പെടുത്തണം. നാസ്വാദയേത് രസം തത്ര നിസ്സംഗ പ്രജ്ഞയാ ഭവേത് എന്നൊക്കെ ആദേശം കൊടുക്കണം. രസിച്ചിരിക്കരുത്, നിസ്സംഗനായിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് ഇത്രയും ഉയർന്ന ഒരു ദർശനം കിട്ടിയിട്ട് അതുപോലും നിസ്സംഗമായി ഉദാസീനമായിട്ട് ഇരിക്കണമെങ്കിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ ആന പോലെയാണ്. വിവേകാനന്ദന്റെ അടുത്ത് രാമകൃഷ്ണ പരമഹംസർ പറയത്രേ, അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാരൊക്കെ ഭക്തി ഭജന പാടുമ്പോ പാടുകയും മൂർച്ഛിച്ചു വീഴുകയും ഒക്കെ ചെയ്യുമ്പോ വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചോദിച്ചത്രേ, എനിക്കെന്താ ഇതൊന്നും വരാത്ത? അവരൊക്കെ തുള്ളുന്നു, ആടുന്നു, പാടുന്നു, ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഇങ്ങനത്തെ ഭാവം ഒന്നും വരണില്ലല്ലോ. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു അത്രേ, ആന ചെറിയ കുളത്തിലിറങ്ങിയാൽ വെള്ളം കലങ്ങി കവിയും, സമുദ്രത്തിലിറങ്ങിയാൽ വല്ല ഭാവം ഉണ്ടാവോ? സമുദ്രം എവിടെയെങ്കിലും ഇളകുവോ? സമുദ്രത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതുപോലെയാണ് നിന്റെ ഉള്ളിൽ ഒന്നും ഏശില്ല എന്നാണ്. ആ ഏകനാഥസ്വാമി 12 വർഷം ഗുരുപരിചരണം ചെയ്തതിന് ജനാർദ്ദനസ്വാമി അവസാനം പറഞ്ഞു, കാശിയിൽ പോയിട്ട് ഗംഗ എടുത്ത് രാമേശ്വരത്ത് പോയി രാമനാഥനെ അഭിഷേകം ചെയ്യാന്ന് ആജ്ഞ. കാശിയിൽ പോയി ഗംഗ എടുത്തു, രാമേശ്വരത്തിലേക്ക് യാത്രയായി. കൂടെ കുറെ ഭക്തന്മാരുണ്ട്. അവരൊക്കെ കൂടെ പോകുമ്പോ രാമേശ്വരത്ത് എത്താറായി കഴിഞ്ഞു. നല്ല വെയില്, മരുഭൂമി പോലെ ഉണ്ട് റോഡ് വഴി. അവിടെ ഒരു കഴുത വായ പൊളിച്ച് കിടക്കണം. അതിന് വെള്ളമില്ല. അന്വേഷിച്ചു നോക്കി, അവിടെയൊക്കെ കാണാനില്ല. ഏകനാഥന് യാതൊരു സംശയമില്ല. കാശിന്ന് കൊണ്ടുവന്ന ആ ഗംഗാപാത്രത്തില് ഉള്ള കുടം പൊട്ടിച്ചിട്ട് ആ ഗംഗാജലം കഴുതയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അത്രേ. കൂടെയുള്ള ഭക്തന്മാരൊക്കെ പറഞ്ഞു, സ്വാമി എന്താ കാണിക്കണം? ഈ വെള്ളം കഴുതയ്ക്ക് രാമനാഥന് അഭിഷേകം ചെയ്യാനുള്ളതല്ലേ? ഒരു സംശയമില്ലാതെ പറഞ്ഞു അത്രേ, രാമനാഥന് തന്നെയാണ് ഞാൻ അഭിഷേകം ചെയ്യണത്. അതിനർത്ഥം ഇനിയിപ്പോ രാമനാഥന് അഭിഷേകമൊന്നും വേണ്ട, കഴുതയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നല്ല അർത്ഥം. യദൃച്ഛാ നിയമമാണ് സ്പിരിച്വാലിറ്റി. ഇത് പോയി ഒരു സിദ്ധാന്തമാക്കി മാറ്റരുത്. അത്തരത്തിലുള്ള ഭക്തി വേണ്ട, അങ്ങനെയല്ല അർത്ഥം. ഭക്തിയോടെ തന്നെ പോയത്. രാമേശ്വരത്തിൽ ചെന്ന് രാമനാഥന് അഭിഷേകം ചെയ്യണമെന്ന് പോകുമ്പോ ആ കഴുതയെ കാണുമ്പോ കഴുതയ്ക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോ ഒരു സംശയമില്ല. വെള്ളം വേറെ എവിടെ നിന്നും കിട്ടണമെങ്കിൽ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഇതേ ഉള്ളൂ വെള്ളം. പൊട്ടിച്ച് കഴുതയ്ക്ക് ഒഴിച്ചു കൊടുത്തു. രാമേശ്വരത്തിൽ പോയി കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. മഹാരാഷ്ട്രത്തിൽ ഒരിടത്ത് എത്തുമ്പോ ഏകനാഥന്റെ മുത്തശ്ശനും അവരുമൊക്കെ ജനാർദ്ദന സ്വാമിയെ അന്വേഷിച്ചു പോയി, ഞങ്ങളുടെ മകനെ ഒന്ന് കല്യാണം കഴിക്കാൻ പറയണം. അയാള് 12 വർഷം മുമ്പ് ഓടിപ്പോയതാണ് വീട്ടിൽ നിന്ന് വിരക്തനായിട്ട്. അയാളെ ഒന്ന് കല്യാണം കഴിക്കാൻ ഉപദേശിക്കണം. ജനാർദ്ദന സ്വാമി ഒരു കത്ത് എഴുതി കൊടുത്തു ഏകനാഥന്. ഇതുപോലെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്ന് അപേക്ഷിക്കാണ്, നീ വിവാഹിതനാവണമെന്ന് ഒരു ലേഖനം. പൈഠണിലേക്ക് വരുമ്പോ ഈ ലേഖനം കൊണ്ട് ഏകനാഥന് കൊടുത്തു. അത് വായിച്ച ആള് അതെടുത്ത് ശിരസിൽ വെച്ച് അവിടെ തന്നെ നമസ്കരിച്ച് അവിടെ തന്നെ വീട് കെട്ടി താമസാക്കി വിവാഹം കഴിച്ചു. ഗിരിജാബായി എന്ന് പറഞ്ഞൊരു കന്യകയെ. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അനുകൂലമായി, ഭക്തിമാർഗത്തിലേക്ക് അത്രയും അനുകൂലമായി ആ അമ്മ അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കുന്ന അത്രയും ക്ഷമയും തപസ്സും ഭക്തിയുമുള്ളവരായി.
ഈ ഭക്ത കഥകളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ വിചാരിക്കണം ലൗകിക ജീവിതം, പാരമാർത്ഥിക ജീവിതം, രണ്ട് ജീവിതം ഉണ്ടെന്നാണ്. ഒരു 2-3 മാസം മുമ്പ് ആനന്ദാശ്രമത്തിൽ നിന്ന് വന്ന മാഗസിൻ ആനന്ദ് വിഷനില് സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു ടോക്ക് അത് സംഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയണ്ടേ, നിങ്ങളൊക്കെ ആശ്രമത്തിലേക്ക് വരണു, നാമം ജപിക്കണു, കാരണം നിങ്ങൾക്ക് ഭക്തിയുണ്ട്, ഭഗവത് ഭക്തിയിൽ രുചിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പോകണം, കാരണം നിങ്ങൾക്ക് കുടുംബമുണ്ട്, ലൗകികമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണത് കൊണ്ട് 2 ബോട്ടിൽ കാല് വെച്ച പോലെയാണ് നിങ്ങളിപ്പോ. പക്ഷെ ഒരുപാട് കാലത്തേക്ക് 2 ബോട്ടിൽ കാല് വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ബോട്ടിൽ കാല് വെക്കണം. ഒന്നിൽ അധ്യാത്മ ബോട്ടിൽ കാല് വെക്കണം, അല്ലെങ്കിൽ ലൗകിക ബോട്ടിൽ. ഇനി തിരിച്ച് ലൗകിക ബോട്ടിൽ കാല് വെക്കാൻ പറ്റില്ല. ഇതിലേക്ക് കാല് വെച്ച് കഴിഞ്ഞുവെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഇതിലേക്ക് 2 കാലും എടുത്ത് വെക്കണം. അത് സാധിക്കില്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, 2 ബോട്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് നടുവിൽ ഒരു പലകിടുക എന്നാണ്. എന്നിട്ട് ഒരു ബോട്ടാക്കാം. എന്നുവെച്ചാൽ ഈ ബൈഫർക്കേഷൻ പോണം. ഇത് ലൗകികം. ജീവിതം എന്ന് പറയുന്നത് തന്നെ അധ്യാത്മമാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ അധ്യാത്മമാണ്. ഒരിക്കലും ലൗകിക ജീവിതം എന്നൊരു ജീവിതമല്ല. ലൗകിക ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഉണ്ണുക, ഉറങ്ങുക, ഇതൊക്കെ അല്ലേ. ഇതൊക്കെ ഇപ്പോ സന്യാസം എടുത്താലും നടക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ലൗകിക ജീവിതം എന്ന് വിളിക്കേണ്ട. അതൊക്കെ ആവശ്യത്തിലധികം സന്യാസി ചെയ്താലും, ആവശ്യത്തിലധികം സന്യാസി പണം സമ്പാദിച്ചാലും, ആവശ്യത്തിലധികം അയാൾ ഉറങ്ങിയാലും, ആവശ്യത്തിലധികം അയാൾ ഉണ്ടാലും അയാൾ സംസാരിയാവും. അതുകൊണ്ട് എവിടെ ഇരിക്കണോ അവിടെ തന്നെ, നമ്മളുടെ പ്രാരബ്ധം എവിടെ കൊണ്ടുവച്ചിരിക്കണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭക്തി ചെയ്യാവുന്നതാണ്, ജ്ഞാനത്തിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഏകനാഥന്റെ ഈ ജ്ഞാനദാർഢ്യം കണ്ടിട്ട് ജനാർദ്ദന സ്വാമി പറഞ്ഞു, ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിന് നീ വ്യാഖ്യാനം എഴുതണം, ചതുശ്ലോകി ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതണം. അദ്ദേഹം ചതുശ്ലോകിക്ക് എഴുതി, ഏകാദശത്തിന് എഴുതി, ഹസ്താമലകീയത്തിന് എഴുതി. അദ്ദേഹത്തിന്റെ ഗുരു, അദ്ദേഹം ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ഗുരുഭക്തിയാണ് അദ്ദേഹത്തിന് എല്ലാത്തിനേക്കാളും വലുത്. ജനാർദ്ദന സ്വാമി സമാധിയായി എന്നുള്ള വാർത്ത എത്തിയപ്പോ ആരോ വന്ന് ഏകനാഥന്റെ അടുത്ത് ഭാഗവതം പറഞ്ഞതിന്റെ ഇടയിൽ വന്ന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹം കൂളായിട്ട് ഭാഗവതം പറഞ്ഞു. എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത്രയും ഒരു ഗുരുഭക്തി ആരുടെടുത്തും കണ്ടിട്ടില്ല. എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വന്നപ്പോ കരയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹം ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കാം. ഭാഗവതമൊക്കെ പറഞ്ഞു, ആരത്തിയൊക്കെ കാണിച്ചു, ഇറങ്ങി. അപ്പൊ ചോദിച്ചു, ജനാർദ്ദന സ്വാമി മരിച്ചു എന്നറിഞ്ഞിട്ട് അല്പം പോലും അങ്ങ് കരയോ ഒന്നും ചെയ്തില്ലല്ലോ, എന്താ കാര്യം? അപ്പൊ ഏകനാഥൻ പറഞ്ഞു, മരിച്ചു പോകുന്ന ഒരു ഗുരുവും അത് കേട്ടിട്ട് കരയണ ഒരു ശിഷ്യനും. ആ ഗുരു ഗുരുവുമല്ല, ആ ശിഷ്യൻ ശിഷ്യനുമല്ല. ഗുരു തത്വം മരിച്ചു പോണതല്ല. ആ തത്വം ആര് ശരിക്കും ഉണർന്നിട്ടുണ്ടോ അവർക്ക് പിന്നെ അതിൽ ദുഃഖമോ വിഷമമോ വരാനില്ല. ഭക്തി ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുമ്പോ സകല സന്ദേഹങ്ങളും അതോടുകൂടെ പോകും. ജ്ഞാനം വേറെ ഭക്തി വേറെ എന്നുള്ള ഈ ബൈഫർക്കേഷൻ, ഈ പിരിവും ഉള്ളുന്ന് പോകും. നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം അതാണെന്ന് അറിഞ്ഞാൽ ശരീരത്തിനെ ഞാനാണ് എന്ന് കരുതി കഴിയുമ്പോഴാണ് എനിക്കെന്തോ ലോകത്തിൽ ചെയ്യാനുണ്ടെന്നും ലോകത്തിലെന്തോ മാറ്റം വരുത്താനുണ്ടെന്നും താൻ എന്തോ ആയിത്തീരാനുണ്ടെന്നും അതിനൊക്കെ മേലെ താൻ എന്തോ ആണെന്നും, അത് ഗൃഹസ്ഥനാണെന്നോ ബ്രഹ്മചാരിയാണെന്നോ സന്യാസിയാണെന്നോ ഒക്കെ തോന്നണത് ഈ അഭിമാനത്തിന്റെ മൂലത്തിലാണ്. ഹസ്താമലകൻ പറഞ്ഞു, നാഹം മനുഷ്യോ നച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ.
ഞാൻ മനുഷ്യനുമല്ല, ദേവനുമല്ല, യക്ഷനുമല്ല, ഗന്ധർവനുമല്ല, ബ്രഹ്മചാരിയുമല്ല, ഗൃഹസ്ഥനുമല്ല, വാനപ്രസ്ഥനുമല്ല, സന്യാസിയുമല്ല. ഈ ശരീരത്തിനെയാണ് ഈ പേരുകളൊക്കെ പറഞ്ഞു വിളിക്കണത്. ഈ ശരീരസംബന്ധമില്ലാത്ത ശുദ്ധപ്രജ്ഞയാണ് ഞാൻ, ബോധമാണ് ഞാൻ, ചൈതന്യമാണ് ഞാൻ. നമുക്കിവിടെ ഒന്നും ചെയ്തു തീർക്കാനോ മാറ്റിമറിക്കാനോ ഒന്നുമില്ല. ഈ സത്യം അകമയ്ക്ക് ഉണർന്നാൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. ഒന്നും ചെയ്തു തീർക്കാൻ ഇവിടെ ഇല്ല. ഈ തത്വം അറിയാനേ ഉള്ളൂ. ഈ അഭിമാനം അകമയിൽ നിന്ന് പോയാൽ, ഞാൻ എന്തോ ആണെന്നുള്ള അഹങ്കാരം ഉള്ളെന്ന് പോയാൽ, ഭക്തിയും ജ്ഞാനവും രണ്ടും ഒന്നാവും. അവിടെ ഉണ്ടാവണ അനുഭൂതി, ശാന്തി, രസം, ഭക്തിയുടെയും രസമാണ്, ജ്ഞാനത്തിന്റെ നിർവൃത്തിയുമാണ്. ഇപ്പൊ ഏകനാഥന്റെ കഥ പറഞ്ഞു വന്നത് ഈ ഭാഗവത ധർമ്മത്തിനെ വിശേഷിപ്പിക്കാനാണ്. നമ്മളെ എവിടെ ഇരിക്കണോ, എന്ത് ചെയ്യണോ, അവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്തുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയെ അകമയ്ക്ക് തിരിച്ചുവിടാം. ജ്ഞാനപ്രാമുഖ്യമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ സംസ്കാരം ജ്ഞാനത്തിന്റെ ആണെങ്കിൽ സഹജമായിട്ട് തന്നെ ദൃഷ്ടി അന്തർമുഖമാവും. നമ്മളുടെ സ്വരൂപത്തിനെ, സ്വരൂപ ജിജ്ഞാസ ഉള്ളിലുണ്ടാവും. ആ സ്വരൂപ ജിജ്ഞാസ, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഈ ഞാനെന്ന് പറയുന്ന അനുഭവം എന്താണ്, ഞാനെന്ന് പറയുന്ന പ്രതീതി എന്താണ് എന്ന ഒരു ആരായൽ അകമയ്ക്ക് സംസ്കാരവശാലുണ്ടാവും. ഭക്തി പ്രാമുഖ്യാണെങ്കിൽ ഞാൻ എന്നുള്ള ഈ അഭിമാനം ആത്മനിവേദനം ചെയ്യും. ഏത് രണ്ടു മാർഗം ഏതായാലും വേണ്ടില്ല, രണ്ടും ഭാഗവതധർമ്മം തന്നെയാണ്. ഈ രണ്ട് പന്ഥാവ് ഏതായാലും നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ സ്വീകരിച്ച നമുക്ക് അധ്യാത്മമായ പുരോഗതി എന്നല്ല പറയേണ്ടത്, പുരോഗതിയൊക്കെ ഈ മനോമണ്ഡലത്തിലാണ്. അനുഭവം, ശാന്തി, നമുക്ക് വേണ്ടത് അതാണ്, ശാന്തിയാണ്. ആ ശാന്തി നമുക്ക് സ്വായത്തമാക്കാം. അത് സഹജമായാൽ നമ്മൾ കൃതകൃത്യരാവും. ആ സഹജമായ നിർവൃത്തി, ശാന്തി ഭാഗവത ധർമ്മം കൊണ്ടുണ്ടാവും. അത് തന്നെ ജ്ഞാനധാര എന്ന് പറയണത്. ഇന്ന് നമ്മൾ തുടങ്ങിയത് തന്നെ പ്രിയം എന്നൊരു വിഷയം വെച്ചുകൊണ്ടാണ്. പ്രിയം ആത്മസ്വരൂപമാണെന്ന് പറഞ്ഞു. യാജ്ഞവൽക്യൻ ബൃഹദാരണ്യകത്തിലെ മൈത്രേയിയുടെ അടുത്ത് പറയുന്നു, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രിയുണ്ട്. നവാ അരേ പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി. നവാ ജായായേ കാമായ ജായാ പ്രിയാ ഭവതി, ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. നമുക്ക് ഭർത്താവിനോട് പ്രിയുണ്ട്, ഭാര്യയോട് പ്രിയുണ്ട്. ഈ പ്രിയത്തിനൊക്കെ ഉറവിടം അവനവൻ തന്നെയാണ്. ആത്മാവിനോടുള്ള പ്രിയം അവിടെ പ്രതിഫലിച്ചിട്ടാണ് ഭർത്താവിന്റെ അടുത്തോ ഭാര്യയുടെ അടുത്തോ ധനത്തിനടുത്തോ വസ്തുക്കളോടോ ഒക്കെ ഉള്ള പ്രിയമായിട്ട് തീരണത്. അരേ അയം ആത്മാ ദ്രഷ്ടവ്യ. ആ പ്രകരണം പൂർത്തിയാക്കണത് ആത്മാവിനെ ദർശിക്കേണ്ടിയിരിക്കണം. ദർശിക്കേണ്ടിയിരിക്കണമെന്ന് വെച്ചാൽ തത്വത്തിനെ അറിയേണ്ടിയിരിക്കണം. ഹേ മൈത്രേയി, ആത്മാവിന്റെ സ്വരൂപം എന്താ? പ്രേഷ്ഠതമഃ, ഏറ്റവും പ്രിയത്തിന്റെ ഉറവിടമാണ്, പ്രിയത്തിന്റെ സോഴ്സാണ്, മൂലമാണ്. ആ പ്രിയത്തിനെ, ആനന്ദത്തിനെ,
പ്രിയമെന്ന് വെച്ചാൽ അതൊരു വസ്തുവിനോടാവുമ്പോൾ നമ്മൾ പ്രിയമെന്ന് വിളിക്കണു. വസ്തുവില്ലാതെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ ആനന്ദം, സുഖം, നിർവൃത്തി. അത് അകമേ കണ്ടാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് ഫുൾഫിൽമെന്റ്, ഹോൾനെസ്, നിറവ് ഹൃദയത്തിലുണ്ടാവും. ആ ഫുൾഫിൽമെന്റ് ഉള്ളിൽ കിട്ടാതെ ആവുമ്പോഴാണ് നമ്മൾ ഏത് വസ്തുവിൽ കിട്ടും, ഏത് വ്യക്തിയിൽ കിട്ടും, ഏത് പദാർത്ഥത്തിൽ കിട്ടും, ലോകത്തിൽ എന്ത് ചെയ്താൽ കിട്ടും, ഞാൻ എന്തായാലാണ് കിട്ടുക, എനിക്ക് എന്തോ ആവാനുണ്ട്, എന്തോ ചെയ്യാനുണ്ട്. ഈ വ്യക്തി അഭിമാന മണ്ഡലത്തിലേക്ക് വരുമ്പോ തന്നെ പലപ്പോഴും നമ്മൾ വഴിതെറ്റി പോണത് എന്തോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഭ്രമത്തിലാണ്. എന്തോ ആയിത്തീരാനുണ്ട് എന്നുള്ള ഭ്രമം, എന്തോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഭ്രമം. അതിലാണ് മാനം. മാനമാണ് ഏറ്റവും വലിയ ദൂഷ്യം. നമ്മളൊക്കെ അധ്യാത്മം എന്ന് പറഞ്ഞ് ഒക്കെ ഇട്ടിട്ട് പോയാലേ ഈ മാനം പോവില്ല. താൻ എന്തോ ആണെന്നും ആയിത്തീരാനുണ്ടെന്നും ചെയ്തു തീർക്കാനുണ്ടെന്നും താൻ ലോകത്തിൽ എന്തോ എടുത്തിട്ട് മറിക്കാൻ വന്ന ആളാണെന്നും ഒക്കെ തോന്നും. ഈ അഭിമാനം എത്ര നേരം നിൽക്കും? ഉറങ്ങണവരെ നിൽക്കും അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി? സുഷുപ്തിയിൽ എവിടെ പോയി? സുഷുപ്തിയില് എന്തുണ്ടോ അത് നിരന്തരമുള്ള സത്തയാണ്. എഴുന്നേൽക്കുമ്പോ മനസ്സുദിച്ചാൽ ഇയാള് പൊന്തിക്കഴിഞ്ഞാൽ ഇയാള് പറയാ, ഞാന് ലോകത്തിനെ നന്നാക്കാൻ പോവാണ്, ഞാൻ ലോകത്തില് എന്തോ ചെയ്തു തീർക്കാൻ പോവാണ്, എടുത്തിട്ട് മറിക്കാൻ പോവാണ്. ഈ അഭിമാനം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ആ അഭിമാനം ഉണ്മയല്ല, അത് വെറൊരു ഭ്രമമാണ്. അഖണ്ഡമായൊരു സത്തയേ ഉള്ളൂ. അതാണ് മൗന ഘനാമൃതാബ്ധി എന്ന് പറഞ്ഞ ശാന്തിയാണ്. അത് പ്രിയത്തിന്റെ ഉറവിടമാണ്. അത് നമ്മളിൽ തന്നെ അനുഭവിക്കുമ്പോൾ ആനന്ദമാണ്, പ്രിയമാണ്. പുറമേക്കൊരു വസ്തുവിന്റെ നേരെ അത് നീളുമ്പോ അതിനെ നമ്മൾ പ്രിയമെന്നും അൻപെന്നും ഒക്കെ പറഞ്ഞു. പുറമേക്കുള്ള വസ്തുക്കളൊക്കെ വിട്ടുപോകുന്നത് കൊണ്ട് ഭഗവാന്റെ അടുത്തുള്ള പ്രിയമാക്കി തീർക്കുക, ഭഗവാന്റെ അടുത്തുള്ള ഭക്തിയാക്കി തീർക്കുകയാണ്. ആ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഭാഗവതത്തിന്റെ 3 സന്ദേശമാണ്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഭക്തി ജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ഈ 3നെയും സ്ഥാപിക്കാനായിട്ട് പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഭാഗവത ശാസ്ത്രത്തിനെ അതിനുവേണ്ടി പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞു. സാധനയിലും നമുക്ക് ഈ 3ഉം പ്രധാനമാണ്. ഭക്തിയും പ്രധാനമാണ്, ജ്ഞാനവും പ്രധാനമാണ്. നമ്മളുടേതല്ലാത്ത കാര്യത്തിൽ തലയിടാതിരിക്കുക, അതാണ് വൈരാഗ്യം. അല്ലാതെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പും ദ്വേഷമല്ല. നമ്മളുടേതല്ലാത്ത കാര്യത്തിൽ തലയിടാതിരിക്കുക. നമ്മളുടേതല്ലാത്ത സ്ഥലത്ത് തലയിടണത് അഹങ്കാരം കൊണ്ടാണ്, രാഗം കൊണ്ടാണ്, എന്തിനോടോ ഉള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അതിൽ നിന്നും തുടർന്ന് പല ദോഷങ്ങളും കുഴപ്പങ്ങളും വരും. ആ വൈരാഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വന്നത് എന്തിനാണോ അത് നമ്മൾ ചെയ്യും. രമണ ഭഗവാൻ എപ്പോഴും പറയും, വந்த വേലയെ പാറ പോയി എന്ന് പറയും. നീ എന്തിനാ വന്നതെന്ന് വെച്ചാൽ അത് നോക്ക്, വേറെ കാര്യത്തിൽ തലയിടണ്ട. വந்த വേലയെ പാര്. കാരണം എപ്പോ മരിച്ചു പോകുമെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യമൊക്കെ എന്ത് നോക്കണു? 2 കാര്യം ചെയ്യുക. 1, തന്റെ സ്വധർമ്മം ചെയ്യുക, കാരണം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 2, തന്റെ അധ്യാത്മമായ അഭിവൃദ്ധിക്ക്, ജ്ഞാനത്തിന്, ഭക്തിക്കുള്ള വഴി നോക്കുക. ഈ 2 ഒരാൾക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ ലോകം നന്നാക്കാനോ വേറെ എന്തിലേക്കോ തലയിടണ്ട. നീ ഇത് ചെയ്താൽ ലോകം നന്നായിക്കോളും. നീ നിന്റെ ധർമ്മം ചെയ്താൽ ലോകം ധർമ്മോ രക്ഷതി രക്ഷിത. നിന്റെ സ്റ്റാൻഡ് നീ ശരിയാക്കിയാ മതി. നിനക്ക് ചെയ്യേണ്ട കാര്യത്തില് നീ കഴിയുന്നതും ധർമ്മനിഷ്ഠനായിട്ടിരിക്കാം. വന്ന മുഖ്യമായ ജോലി എന്താ? ജ്ഞാനം സമ്പാദിക്കുക.
ആത്മജ്ഞാനം സമ്പാദിക്കാം, തന്നെ ഉണരുക. അതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്താൽ ജീവിതം ധന്യമാകും. നമ്മൾ നിർവൃത്തരാവും. ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞല്ലോ, ആ ഫുൾഫിൽമെന്റ് ഉണ്ടാവും. അതാണ് നമുക്ക് ഈ സത്സംഗത്തിന്റെയും പ്രയോജനം. അത് ശ്രവണം മാത്രം കൊണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് കാരണം പുതിയതായിട്ട് ഉണ്ടാവേണ്ടതല്ല, അത് നമ്മളുടെ ഉള്ളിലുള്ളതാണ്. ശ്രവിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കും. ശ്രദ്ധിക്കുന്നത് അവസാനം അവനവന്റെ സ്വരൂപത്തിനെ തന്നെ ആയിത്തീരും. എന്തെങ്കിലും പുറമേ നിന്ന് ശ്രദ്ധിക്കലല്ല, തന്നെ തന്നെ താനെന്ന അനുഭവത്തിനെ, പ്രത്യഭിജ്ഞയെ, ബോധത്തിനെ എപ്പോ ശ്രദ്ധിക്കണോ അപ്പോ നിർവൃത്തനാവും, പൂർണ്ണമാവും. ആ ശ്രദ്ധയ്ക്ക് പുറമേ നിന്നും മനസ്സ് അന്തർമുഖമാക്കാനാണ് സത്സംഗം. അന്തർമുഖമായാൽ അതിന് ശ്രദ്ധിക്കേണ്ട പൊരുൾ ഉള്ളിലുണ്ട്. ഞാനെന്ന അനുഭവത്തിന്റെ മൂലമായിട്ട്, സത്തയായിട്ട്, സച്ചിദാനന്ദമായിട്ട് അസ്തിത്വവും ജ്ഞാനവും പ്രിയമും സ്വരൂപമായിട്ട് നമുക്കത് സിദ്ധമാണ്. അതിന് ഭഗവാൻ നമുക്ക് ഭഗവത് കൃപ എപ്പോ ഉണ്ടാവണോ അപ്പൊ നമുക്കത് വഴിയൊരുങ്ങി കിട്ടണതാണ് ഈ സത്സംഗം. ഭാഗവതത്തിൽ മുചുകുന്ദൻ പറഞ്ഞു, ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് ജനസ്യ തർഹ്യച്യുത സത്സമാഗമ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയി ജായത്തെ മതി. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ് സത്സംഗം എന്ന് പറയണത്. അത് ഉപയോഗപ്പെടുത്തി കൃതാർത്ഥരാവുക. നാളെ തുടർന്ന് നാളെ അവസാന ദിവസമാണ്. തുടർന്ന് നാളത്തോടെ ഈ ജ്ഞാനധാര എന്ന ഈ 4 ദിവസത്തെ പ്രഭാഷണം ഇവിടെ പൂർത്തിയാവാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.